എൻ്റെ അടുത്തിരിക്കുന്ന ഈ അതിഥിയെ ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല എന്ന് എനിക്കറിയാം. IM വിജയൻ എന്ന ഒരു പേര് അത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോളിൻ്റെ മറുവാക്കാണ്. പലതരം വിശേഷണങ്ങൾ ഏറ്റുവാങ്ങി വളരെ സജീവമായ അല്ലെങ്കിൽ വർണ്ണശബളമായ ഒരു ജീവിതത്തിന് ഉടമയാണ് അദ്ദേഹം. ഫുട്ബോൾ താരമാണ്, സിനിമാ താരമാണ്, ഒപ്പം തന്നെ കേരള പോലീസിൽ ഉന്നത പദവി അലങ്കരിക്കുന്ന ഒരു ആത്മാർത്ഥതയും സത്യസന്ധതയുമുള്ളൊരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. പക്ഷേ ഇന്ത്യൻ ഫുട്ബോളിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ നിസ്തുലമാണ്. ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ചിട്ട് പ്രശസ്തമായ ഒരു ചരിത്രം, ഫുട്ബോളിൻ്റെ ചരിത്രം എഴുതിയപ്പം ആ പുസ്തകത്തിന് കൊടുത്ത പേര് ഗോൾലെസ് എന്നായിരുന്നു. എന്നാൽ ഗോൾലെസ് എന്ന പേര് പതിഞ്ഞു പോയ ഇന്ത്യൻ ഫുട്ബോളിൽ ഗോളടിക്കാനും അറിയാം എന്ന് തെളിയിച്ച ആളാണ് വിജയൻ കളിക്കുന്ന മിക്ക മത്സരങ്ങളിലും വിജയൻ്റെ കാലിൽ നിന്ന് പന്ത് വലയിലേക്ക് പോവാറുണ്ട്. അതിനെ തുടർന്ന് ഒരുപാട് വിശേഷണങ്ങളും ഒരുപാട് ആരാധകരും, കേരളത്തേക്കാൾ ആരാധകർ ഒരുപക്ഷെ കൽക്കത്തയിലുണ്ടാവും. കൽക്കത്ത ഫുട്ബോൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്തൊക്കെയുള്ള അനുഭവങ്ങൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മുമ്പ് വളരെ ചെറുപ്പത്തിൽ ഒരു 10-20 വർഷം മുമ്പ് ഒരിക്കൽ കൽക്കത്ത പോയിട്ട് വിജയനൊപ്പം തുണിക്കടയിൽ ജീൻസ് വാങ്ങാൻ പോയി. മൈതാനിൽ ജീൻസ് വാങ്ങാൻ പോയ സമയത്ത് എല്ലാം വാങ്ങി ബില്ലാക്കിയപ്പം അവർ പറഞ്ഞു പൈസ വേണ്ടാന്ന്. എന്താ വിജയനല്ല ബിജോയൻ. അപ്പോൾ ബിജോയൻ്റെ ആ രീതിയിൽ ആരാധകരുണ്ടായിരുന്ന, അല്ലെങ്കിൽ കൽക്കത്തയിൽ ഇന്നും ഉണ്ട്. കൽക്കത്തയിൽ ഒരുപാട് പേര് അദ്ദേഹത്തെ ഓർക്കുന്നുണ്ട്. വിജയനുമായിട്ട് കുറച്ചു നേരം നമ്മൾ സംവദിക്കുമ്പോൾ ഒരു സവിശേഷത, പത്മശ്രീ പുരസ്കാരിതനായിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു പത്മശ്രീ തിളക്കം, അതിൻ്റെ ഒരു പ്രഭാവലയത്തിലാണ് വിജയനായിട്ട് ഉള്ള ഇൻ്റർവ്യൂ. വിജയനും ഞാനും തമ്മിൽ സംസാരിക്കുമ്പോൾ പൊതുവെ ഔപചാരികതകൾ വളരെ കുറവായിരിക്കും. സംസാരത്തിൻ്റെ രീതിയൊക്കെ അങ്ങനെ മാറിപ്പോവുക, സദയം ക്ഷമിക്കുക. അപ്പോൾ വിജയനോട് എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ വിജയനോട് ഇന്ന് എനിക്ക് ആദ്യമായി ചോദിക്കാൻ തോന്നുന്നൊരു ചോദ്യം, ജീവിതത്തിൽ പന്ത് തൊടാത്ത ഒരു ദിവസം, കൈകൊണ്ടോ കാലുകൊണ്ടോ കണ്ണോണ്ടോ പന്ത് തൊടാത്തൊരു ദിവസം ഉണ്ടോ? അതൊക്കെ ഉണ്ട്. കാലൊക്കെ ഓപ്പറേഷൻ ചെയ്ത് എടുക്കുമ്പോൾ ഹോസ്പിറ്റലല്ലേ, അതൊക്കെ ഉണ്ട്. എന്നാലും കുറേയൊക്കെ എപ്പോഴും ഫുട്ബോളിൻ്റെ പിന്നാലെ അയക്കരോ, കളിക്കാനായാലും എല്ലാത്തിനായാലും. പിന്നെ ഞാൻ നേരത്തെ എൻ്റെ കാലത്ത് അതിങ്ങനെ പോലീസിൽ വന്നുള്ള ശീലമാണ്. എത്ര നേരം വൈകി കിടക്കാറില്ല, കിടന്നാലും 6 മണിയാകുമ്പോഴേക്കും സ്റ്റേഡിയത്തിലെത്തും. അത് ഇങ്ങനെ ആയിപ്പോയിട്ടുള്ളതാണ്. വിജയനിപ്പോൾ ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുമ്പോൾ ഒന്നും ആളുകൾക്ക് അപ്പോയിൻമെൻ്റ് ഒന്നും ആവശ്യമില്ലായില്ല. പലപ്പോഴും രാവിലെ തൃശ്ശൂർ സ്റ്റേഡിയത്തിൽ ചെന്നാൽ വിജയൻ അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് വിജയനോട് സംസാരിക്കാം, ഫോട്ടോ എടുക്കാം, TV ക്യാമറ നേരെ തിരിച്ച് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. അങ്ങനെയാണ് വിജയൻ്റെ ഒരു രീതി. അപ്പോൾ എനിക്ക് വിജയനോട് ചോദിക്കാനുള്ള, വിജയൻ എപ്പോഴും പറയുന്നുണ്ട് എൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും എൻ്റെ ജീവിതവും തന്നത് ഫുട്ബോളാണ് എന്ന്. അപ്പോൾ പന്ത് കളിക്കാരനായിരുന്നില്ല എങ്കിൽ എന്താവുമായിരുന്നു? ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. അച്ഛന് കൂലിപ്പണിയാണ്. അച്ഛൻ ഡോക്ടറൊന്നുമല്ലല്ലോ, ഞാൻ ഡോക്ടറാവാൻ. അച്ഛന് കൂലിപ്പണിയാണ്. ഒരു കൂലിപ്പണിക്കാരനെ തന്നെ ആവുള്ളൂ. കാരണം അതിനുള്ള പഠിപ്പൊന്നും എൻ്റെ അടുത്തില്ല. അപ്പോൾ തീർച്ചയായും അച്ഛൻ്റെ പിന്നാലെ പോയേനാ. പക്ഷേ ഫുട്ബോള് ഈ ലൈഫൊക്കെ മാറ്റിമറിച്ചത് ഫുട്ബോളാണ്. ഒരു എന്താ പറയുക, ഇപ്പോൾ ഇവിടെ വന്നിരിക്കാനും സംസാരിക്കാനും പറ്റുന്നത് ഫുട്ബോൾ കഴിഞ്ഞിട്ടുള്ളൂ എല്ലാതും. അച്ഛൻ എപ്പോഴും ഒരു നീറുന്ന ഓർമ്മയായിട്ട് വിജയൻ പറയാറുണ്ട് ഇത് സമയത്തും പല സംസാരങ്ങൾ. പക്ഷേ വിജയൻ ചിരിച്ചുകൊണ്ട് തന്നെ ആ ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യും. അതെ, തീർച്ചയായിട്ടും. കാരണം അച്ഛന് ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം എൻ്റെ വീടിൻ്റെ തൊട്ട് ബാക്കിലാണ് എൻ്റെ ഫുട്ബോൾ സ്റ്റേഡിയം. അപ്പോൾ ചാക്കളോ ട്രോഫിയൊക്കെ നടക്കുമ്പോൾ അച്ഛനാണ് കളി കാണാൻ കൊണ്ടുപോലൊക്കെ. അപ്പോൾ അച്ഛൻ പെട്ടെന്ന് മരിച്ചു. 81 അച്ഛൻ മരിച്ചു. ആക്സിഡൻറ്റ് മരിച്ചതാണ്. പക്ഷേ ഞാനൊരു IM വിജയൻ അതെപ്പോഴും ഉള്ളതാണ് എൻ്റെ ഇത് മനസ്സിലെപ്പോഴും ഉള്ളതാണ്. ഒരു IM വിജയനായിട്ട് അച്ഛനെ കാണാൻ പറ്റിയിട്ടില്ല. വിജയനായിട്ട് കണ്ടിട്ടുണ്ട്. അതിന് മുന്നിൽ ഒരു IM വന്നപ്പോൾ കാണാൻ പറ്റിയിട്ടില്ല. കാരണം അപ്പോൾ അതിന് മുന്നേ അച്ഛൻ മരിച്ചു പോയി. വിജയൻ, ജോപോൾ അഞ്ചേരി, ഷറഫ് അലി, VP സത്യൻ, അങ്ങനെ ഒരു നീണ്ട നിര കേരളത്തിൻ്റെ ഒരുപാട് പേരുണ്ട് അതിൽ. പിന്നെയും ഷറഫ് അലി, VP സത്യൻ, പാപ്പച്ചൻ, ഇങ്ങനെ കുറേ പേരുണ്ട്. കേരള പോലീസിൻ്റെ കുര്യേഷ് മാത്യു, പാപ്പച്ചൻ. സത്യത്തിൽ ഈ ഒരു തൃശ്ശൂർ, മലപ്പുറം ആ ഭാഗത്തു നിന്നുള്ള കുറച്ചധികം പ്ലെയേഴ്സ് ഒരുമിച്ച് ഒരു ചെറിയ ഏരിയയാണ് തൃശ്ശൂർ മലപ്പുറയിലൂടെ ചേർന്ന ആ ചെറിയ ഏരിയയിൽ നിന്നുള്ള പ്ലെയേഴ്സ് ഒരുമിച്ച് ഇന്ത്യൻ ടീം കളിച്ചൊരു കാലം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒരു 7 പേരൊക്കെ ഫസ്റ്റ് ലെവലിൽ കളിച്ച സമയമുണ്ട്.
പിന്നെ ഞങ്ങൾ ഇപ്പോൾ പാപ്പച്ചൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫോർവേഡാണ്. കാരണം പാപ്പച്ചൻ ബോൾ കൊണ്ടുപോകണ നല്ല നല്ല രസമാണ് വിശേട്ടാ. കാരണം ഗാലറിയിലിരുന്ന് കളി കാണുന്നവർ വരെ പാപ്പച്ചൻ്റെ ഒരു ആക്ഷന് കംപ്ലീറ്റ് ഗാലറി തന്നെ ഇങ്ങനെ പോകും. അത്രയും സ്റ്റൈലാണ് കളിയാണ്. അപ്പോൾ മെസ്സിയുടെയൊക്കെ കളി കാണുന്ന പോലെ തന്നെയാണ് പാപ്പച്ചൻ്റെ കളിയാണ്. ഞാൻ ഏറ്റവും അധികം പോലീസുള്ളപ്പോൾ ഏറ്റവും അധികം ഞങ്ങൾ രണ്ടൊരു സ്ട്രൈക്കർ കളിക്കണം. അപ്പോൾ എനിക്കറിയാം പാപ്പച്ചൻ്റെ ഞാൻ ഫസ്റ്റ് ഗോള് സന്തോഷ് ട്രോഫി 87 അടിക്കുന്നത് പാപ്പച്ചൻ്റെ ക്രോസിൽ നിന്നാണ്. അപ്പോൾ എനിക്കറിയാം ഇപ്പോൾ ക്രോസ് ഇങ്ങോട്ടേ വരുള്ളൂ. കാരണം നമ്മളെ പാപ്പച്ചൻ ഞാനും ഒരുമിച്ച് കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കാരണമാണ്. കുറേ ചെറുപ്പത്തിലേ കളിച്ച 17 വയസ്സിൽ തന്നെ കളിക്കണമല്ല ഉള്ള കൂടെ. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ്. ഇന്ത്യൻ ടീമിലും പാപ്പച്ചൻ്റെ ക്രോസിൽ നിന്ന് കുറേ ഗോൾ അടിച്ചിട്ടുണ്ട്. അത്രയധികം മലയാളികൾ ഒരുമിച്ച് കളിച്ചിരുന്ന ഫുട്ബോൾ ടീം, അത് ക്രിക്കറ്റ് ടീമിലൊന്നും ഒരിക്കലും മലയാളി ഉണ്ടായിരുന്നില്ല, എന്നാൽ ഫുട്ബോൾ ടീമിൽ നിറയെ മലയാളികളായിരുന്നു ഇന്ത്യൻ ടീമിൽ. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നിന്ന് കേരള ഫുട്ബോൾ എന്തുകൊണ്ടോ പുറകോട്ട് നടക്കുന്നു എന്ന് പോലെ തോന്നുന്നുണ്ട്. കാരണം അത്രയധികം റെപ്രസെൻറ്റേഷൻ ഇപ്പം കേരളത്തിൽ നിന്ന് ഇല്ല. അതെന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ വിശ്വനൊക്കെ അറിയാം, വിശ്വനൊക്കെ കുറേ എഴുതിയിട്ടുള്ളതാണ്. നമ്മൾ പഠിക്കും ഇഷ്ടംമാതിരി ടൂർണമെൻറ്റുകളായിരുന്നു നമ്മുടെ കേരളത്തിൽ നിന്ന്. എൻ്റെ അടുത്ത് സുഖീന്ദ്രും പർമീന്ദറും പറയും ഇങ്ങനെ ജേഴ്സിയിട്ടിലുള്ളപ്പോൾ വിജയൻ ഞങ്ങൾ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പോണ റോവേഴ്സ് കപ്പ് പിന്നെ DCM കളിക്കാനാണ് അവർ പോണത്. 4 മാസം 3 മാസം 4 മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഡൽഹിയിലേ എത്തുള്ളൂ. കാരണം നമുക്ക് ഈ ഇവിടുന്നേ തൊട്ട് ജീവിരായ തൊട്ട് കാസർഗോഡ് വരെ ടൂർണമെൻറ്റാണ്. അപ്പോൾ ഈ ടൂർണമെൻറ്റ് കളിക്കുമ്പോഴാണ് ഏറ്റവും അധികം പ്ലെയേഴ്സും വരുന്നത്. അതുപോലെ കുറേ പ്ലെയേഴ്സിനെ പുതിയ പ്ലെയേഴ്സും കാണാൻ പറ്റും. നമ്മളൊക്കെ ടൂർണമെൻറ്റ് കളിച്ചിട്ടാണ് ഇങ്ങനെ കുറേ ടൂർണമെൻറ്റ് കളിച്ചിട്ടാണ് ഇന്ത്യൻ ടീമിലേക്കൊക്കെ പോയത്. ആ സമയത്ത് ഇപ്പോൾ ടൂർണമെൻറ്റ് എന്ന് പറഞ്ഞ സാധനമില്ല. ഒരു ISL ഉണ്ട്, ഒരു I ലീഗ് ഉണ്ട്, പിന്നെ ഈ രണ്ടും ഉള്ളൂ. ആദ്യം എന്ന് പറഞ്ഞാൽ ഇഷ്ടംമാതിരി ടൂർണമെൻറ്റാണ്. പ്ലെയേഴ്സിന് കളിക്കാൻ അവസരം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ടീമിനൊന്നും കളിക്കാനുള്ള അവസരങ്ങളില്ല ടൂർണമെൻറ്റ് ഇല്ലാത്ത കാരണം. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാക്കണേ നമ്മളും വന്നത്, കേരള പോലീസ് നമ്മളും വന്നത്. അപ്പോൾ അതൊന്ന് ടൂർണമെൻറ്റ് ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പം തന്നെയാണ്. നമ്മൾ എല്ലാവരും ഇപ്പോൾ കളിച്ചിട്ട് ഇപ്പോൾ 7 പേരും ഫസ്റ്റ് ലെവലിൽ കളിച്ചു എന്ന് പറയുന്നത് ഒക്കെ ഇങ്ങനെ ടൂർണമെൻറ്റിൽ നിന്ന് കോച്ചസ് കണ്ടിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ISL കളിക്കുന്നവർക്ക് സന്തോഷ് ട്രോഫി കളിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മളൊക്കെ കളിക്കുന്ന സമയത്ത് സന്തോഷ് ട്രോഫിക്ക് നാഷണൽ ടീമിൽ നിന്ന് ബ്രേക്ക് എന്നിട്ട് പോയി സന്തോഷ് ട്രോഫി കളിച്ചിട്ട് വരാൻ പണ്ട് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിരുന്നു ആ സമയത്തൊക്കെ സന്തോഷ് ട്രോഫി. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സംഭവം നല്ലതാണ്, പിള്ളേർക്ക് ചാൻസ് കിട്ടണു, സന്തോഷ് ട്രോഫി കളിക്കാൻ ചെറിയ പിള്ളേർക്ക് ചാൻസ് കിട്ടും, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു വാല്യൂ ഉണ്ടല്ലോ, അത് കുറഞ്ഞു തുടങ്ങി. ഇന്ത്യൻ ടീമിൽ കളിക്കുമ്പോൾ ബൈച്ചുങ്ങുമായിട്ട് ഒരു വല്ലാത്തൊരു തരം കെമിസ്ട്രി ഉണ്ടായിരുന്നു തോന്നിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും കണ്ടിട്ട് വിജയനും ബൈച്ചും കൂടി ഒരുമിച്ച് ഇന്ത്യയുടെ ഫോർവേഡ് കളിക്കുന്നു, പാസുകൾ കൊടുക്കുന്നു. അതിൽ വിജയനും ബൈച്ചുങ്ങും തമ്മിൽ വലിയൊരു സൗഹൃദം കൂടി ഉണ്ട് അതിൻ്റെ പിന്നിൽ, അല്ലേ? എങ്ങനെയാണ് ബൈച്ചുങ്ങിനെ ആദ്യമായി കാണുന്നതും ടീമിലേക്കുള്ള ഒരു സൗഹൃദം ഡെവലപ്പ് ചെയ്ത് വരുന്നു? ഇല്ല, അവൻ ഈസ്റ്റ് ബംഗാളിലൊന്നും ചെറിയ 10-16 വയസ്സുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനൊക്കെ അവിടെ മോഹൻബാലിൽ കളിച്ച് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അവൻ്റെ അങ്കിള് അവിടെ കൊണ്ടാക്കിയപ്പോൾ എന്നോട് പറഞ്ഞു വിജയൻ നോക്കണം കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ പിന്നെ ഇന്ത്യൻ ടീമിൽ വന്നപ്പോൾ ഒരു ചേട്ടനാനിയും ബന്ധമാണ്. ഇന്ത്യൻ ടീമിൽ അവൻ്റെ ഏറ്റവും അധികം സ്ട്രൈക്കർ ഞാൻ അവനാണ് കളിക്കുന്നുണ്ടാവും എപ്പോഴും. ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ളിൽ ജലസ് എന്ന് പറഞ്ഞ സാധനമില്ല. കാരണം അവൻ ഗോളടിച്ചാലും ഞാനും ഗോളടിച്ച് ടീം ജയിക്കണം എന്നുള്ളൂ. അപ്പോൾ രണ്ടുപേർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എനിക്കടിക്കാൻ ഹാഫ് ചാൻസ് ഉള്ളൂ എന്ന് വെച്ചാൽ അപ്പോൾ ബൈജു അപ്പുറത്ത് നിൽക്കണേ അവന് 100% ഗോളാക്കാൻ പറ്റും, നമ്മൾ പാസ് കൊടുക്കും. അതുകൊണ്ട് ഒരു ജലസില്ലാത്ത കാരണം ഇത്രയും കണ്ടിന്യൂ ചെയ്തിട്ട് അങ്ങോട്ട് പോയത് നമ്മൾ. ടീമിന് ഒരു ടീം ഗെയിമാണല്ലോ ഫുട്ബോൾ എന്നായാലും ഏതായാലും ടീം ഗെയിമാണ്. അതിൽ നമ്മൾ അസൂയപ്പെടുക അല്ലെങ്കിൽ എൻ്റെ പേര് വരുള്ളൂ, ഗോൾ അടിച്ച് കഴിഞ്ഞാൽ പേപ്പറിൽ എൻ്റെ പേര് വരണോ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഇല്ലാത്ത കാരണം അതുകൊണ്ട് ഇപ്പോഴും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോണത്. വിജയൻ്റെ വാട്സപ്പിൻ്റെ DP നോക്കിയാൽ ആ ചിത്രം മാറഡോണയ്ക്ക് ഇപ്പോൾ ഉള്ളൊരു പടമാണ്, അല്ലേ? അപ്പം മാറഡോണയുടെ ഒരു കടുത്ത ആരാധകനാന്ന് തോന്നുന്നുണ്ട്. മാറഡോണ, മെസ്സി നമ്മളിങ്ങനെ കമ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ അത് വിജയൻ ഈ രീതിയിൽ അതിനെ കാണും? ഇല്ല, ഞാൻ ചേട്ടാ ഞാൻ റെഡിക്കും ഈസ്റ്റ് ബംഗാൾ ഫാനായിരുന്നു. അല്ല ഈസ്റ്റ് ബംഗാളല്ല, ബ്രസീൽ ഫാനായിരുന്നു. അപ്പോൾ 86 മറഡോണിൻ്റെ വൺമാൻ ഷോ കണ്ടിട്ട് അറിയാണ്ടല്ല, എന്താ പറയുക, മറഡോണിൻ്റെ വൺമാൻ ഷോ കണ്ടിട്ട് മറഡോണിൻ്റെ ഇഷ്ടം തോന്നിയതാണ്. അങ്ങനെ ഞാൻ അർജൻറ്റീന ഫാനായതാണ്. അപ്പോൾ മറഡോണിൻ്റെ ആ ഒരു കളിയും ഇതൊക്കെ കണ്ട് അങ്ങനെ അർജൻറ്റീന ഫാനായതാണ്. എൻ്റെ വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോബി ബോച്ച എനിക്ക് വേണ്ടി കൊണ്ടുവന്നതുകൊണ്ട് മറഡോണ എനിക്ക് കളിക്കാൻ ഒരു അവസരം കിട്ടി. ഞാൻ ബോബിനെ കാണുമ്പോൾ എപ്പോഴും പറയും, ബോബി താങ്ക് യു, നീ ഇന്ന് കാണിച്ചെന്നില്ല അല്ലേ.
ആളോട് കളിക്കാനും 2 മിനിറ്റ് ഒന്ന് ഹെഡ് ചെയ്ത് നിൽക്കാനും ഒരു ഭാഗ്യം കിട്ടിയത്. ഞാൻ അതിന് നല്ല ഒരു രസമുണ്ട് കേട്ടോ. ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാമിലി ഇപ്പോൾ ഷറഫ് സാറ് ഫാമിലി ഉണ്ട്, എൻ്റെ ഫാമിലി ഉണ്ട്, ആസിഫിൻ്റെ ഫാമിലി ഉണ്ട്, നെൽസൻ്റെ ഫാമിലി ഉണ്ട്. ചെന്ന് ആളിനെ അപ്പോൾ ബോബിയുടെ റൂമിൽ നിന്നാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് അങ്ങനെ കസാരയൊക്കെ ഇട്ട് മറഡോണ നടുക്കിയിരിക്കും, നമ്മളെല്ലാവരും ബാക്കിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കും, അടിപൊളിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നാ ഈ ചങ്ങായി എനിക്കെൻ്റെ എത്ര മണി രാത്രി 2 മണി വരെ ഒന്നും ആളെനിക്കില്ല. പക്ഷേ എനിക്കൊരു ഭാഗ്യം കിട്ടിയത് അത് നന്നായേ ഉള്ളൂ എന്നുകൊണ്ട് എനിക്കൊരു ഭാഗ്യം കിട്ടിയത് നന്നായേ ഉള്ളൂ. ആ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി കുഴപ്പമില്ല മറഡോണ ഫോട്ടോ കിട്ടിയില്ല എന്നിട്ട് പോയി തന്നെ. പക്ഷേ വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ആ ഗ്രൗണ്ടിൽ ചെന്ന് ആളെ കൂടെ തട്ടി കെട്ടിപ്പിടിച്ച് അതൊക്കെ വലിയൊരു ദൈവത്തിനെ കാണുന്ന പോലെയാണ് ആളെ കണ്ടിരുന്നത്. അത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. മെസ്സി ഒന്ന് കാണണം തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും മെസ്സിനെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ കളിക്കുന്നത് കണ്ടിട്ട്. കളിയാണ് വേൾഡ് കപ്പ് ഒരു 6 വേൾഡ് കപ്പ് കണ്ടിട്ടുള്ളതാണ് ഞാൻ. ഫൈനലൊക്കെ ഇപ്പോൾ ലാസ്റ്റും വേൾഡ് കപ്പ് കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഗ്രൗണ്ടിൽ കളിക്കുന്ന ഇൻഡിവിജ്വലായിട്ട് ഒറ്റയ്ക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നമ്മളെ ഗവൺമെൻറ് അർജൻറ്റീന ടീം കൊണ്ടുവരുന്ന അപ്പോൾ ചുളിവിൽ കയറി ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ നോക്കാം, സമ്മതിച്ചാ. ഇപ്പം കളിക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള പ്ലെയർ മെസ്സി ആയിരിക്കും അല്ലേ? മെസ്സിനെ ഭയങ്കര ഇഷ്ടമാവും. ആ അർജന്റീന ഫാൻസിൻ്റെ കൂടെ. എന്തുകൊണ്ടാണ് മെസ്സിയോട് ഇഷ്ടം വരാൻ? മെസ്സി എനിക്ക് റൊണാൾഡോനും ഇഷ്ടം തന്നെയാണ്. രണ്ട് സ്റ്റൈല് കളിയാണ്. കാരണം റൊണാൾഡോ പവർഫുൾ ഗെയിമാണ്, എല്ലാവർക്കും അറിയാം, ഭയങ്കര ആക്ഷനും ഇട്ടിട്ടാ. പക്ഷെ മെസ്സി കളിക്കുമ്പോൾ നമ്മൾ ചിത്രിച്ച് പാട്ട് കൊണ്ട് ചിരിച്ചിട്ടല്ലേ പാടുള്ളൂ. പാട്ട് കേട്ടോ ചെയ്ത് പാട്ട് കേട്ടിട്ടുണ്ടോന്ന് ബെസ്റ്റ് ആളോടാ. എന്നിട്ട് ചേച്ചി പാട്ട് പാടുമ്പോൾ ഭയങ്കര രസമല്ല, ഫേസൊക്കെ ക്യൂട്ട് ഫേസ് അങ്ങനെ ചിരിച്ചിട്ട്. അതേപോലെ മെസ്സി ബോൾ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഭയങ്കര ഇരുന്ന് കാണാൻ ഭയങ്കര കൗതുകമാണത്. അതാണ് മെസ്സിന് ഭയങ്കര ഇഷ്ടം. എനിക്ക് റൊണാൾഡോനും ഇഷ്ടം തന്നെയാണ്. രണ്ടും ജീനസാണ്. അല്ല 10-15 കൊല്ലമായിട്ട് അവർ രണ്ടുപേരല്ലേ ബാലൻഡിയർ മേടിക്കണേ, വേറെ ആർക്കും കൊടുക്കണേ കുറേ പേര് വന്നിട്ടില്ലേ. നെയ്മറും എംബാപ്പയും ഇവരൊക്കെ ഉണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരല്ലേ ബാലൻഡിയർ മേടിക്കണേ. ഈ പന്ത് കളി പോലെ തന്നെ പാട്ടും ഇഷ്ടമാണെന്ന് തോന്നുന്നു അല്ലേ? പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ജയേന്ദ്രൻ്റെ നാട്ടുകാരനാണ് ചേട്ടാ. അയ്യോ തീർച്ചയായിട്ടും ജയേന്ദ്രനായിട്ട് ഇടപെടുകയും സംസാരിക്കുകയോ ചെയ്തു. ഞങ്ങളുടെ ഒരു ക്രിക്കറ്റൊക്കെ കളിച്ചിട്ടുണ്ട്. ഒരുമിച്ച് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. അല്ല അത് വെറുതെ ചേട്ടന് പാഡൊക്കെ കെട്ടി കൊടുത്ത് ഞാനെന്നാണ്. നല്ല രസം. ഞാനും ഒരു ദിവസം രവിവേട്ടൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ, രവിമേന ഒരു ദിവസം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ചേട്ടനെ ഇങ്ങനെ പോകും, തിരുവനന്തപുരത്ത് വരാമെന്ന്. ഞാനും തിരുവനന്തപുരത്ത് വരാം. അപ്പോൾ ഞാൻ ചെന്നിട്ട് ചേട്ടൻ ഭയങ്കര ഗൗരവകാരനല്ലേ, ചേട്ടൻ അവിടെ ഇരിക്കുക. അപ്പോൾ ഞാൻ ചെന്നിട്ട് പതുക്കെ അങ്ങനെ താഴത്ത് നോക്കിയിട്ട് ഇതൊക്കെ വായിച്ചിരിക്കുക. ഞാൻ പതുക്കെ ഞോണ്ടിയപ്പോൾ നോക്കണമെന്നില്ല ആള്. ഞാൻ ചേട്ടാ എനിക്കൊരു ഓട്ടോഗ്രാഫ് ആണെന്ന് പറഞ്ഞു. അപ്പം അന്ന് ഫോണൊന്നും ഇല്ലല്ലോ, ഓട്ടോഗ്രാഫ് ആണെന്ന്. അപ്പോൾ ചാടി ഇട്ടിട്ട് ആളുടെ ബുക്ക് എടുത്ത് നീ എനിക്കൊന്നൊരു ഓട്ടോഗ്രാഫ് തന്നേന്ന്. അപ്പം ഞാൻ ധരിച്ചു പോയി, ഈശ്വര എന്നോട് തന്നെ ആണോ. പിന്നെ അവിടുന്ന് നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണും. പിന്നെ ഞങ്ങളുടെ സൈഡിൽ നടക്കാൻ വരില്ലൊക്കെ. ഒരു ദേശീയ അവാർഡ് കിട്ടിയ സിനിമയിലെ നായകനാണ്. ശാന്തം എന്ന് പറഞ്ഞ സിനിമ ജയരാജ് ചേട്ടൻ സംവിധാനം ചെയ്ത സിനിമയിലെ നായകൻ വിജയനായിരുന്നു. അതിന് ദേശീയ അവാർഡും കിട്ടിയിട്ടുണ്ട്. ശരിക്കും എങ്ങനെയാണ് ഈ സിനിമ എന്നുള്ളൊരു ഇതിലേക്ക് വരാൻ എന്താ അതിൻ്റെ ഒരു കാരണം? അതൊന്നുമില്ല, ഞാൻ ഒരു പരിപാടിക്ക് തൃശ്ശൂർ പരിപാടിക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ജയരാജേട്ടൻ ഉണ്ടായിരുന്നു. ജയരാജേട്ടനുണ്ട് ഗസ്റ്റായിട്ട്, ഞാനും ഗസ്റ്റായിട്ടാണ്. അപ്പം എന്നോട് ഇങ്ങനെ ചോദിച്ചു, നിനക്ക് പടത്തിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. അപ്പോൾ അടുത്ത പടത്തിൽ എൻ്റെ ഈശോ അത് ചോദിക്കണ്ടേ. അപ്പോൾ ഞാൻ ഹെഡ് ഓഫീസിൽ പെണ്ണിനോട് ചോദിക്കണ്ടേ, പടത്തിൽ അഭിനയിക്കാൻ പോകണല്ലേ, പെണ്ണിനോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ ഓപ്പണായിട്ട് സ്റ്റേജിൽ നിന്നിട്ട് സ്പീച്ച് ആൾ സംസാരിക്കുന്ന സമയത്ത് ഓപ്പണായിട്ട് അടുത്ത പടത്തിലെ നായകൻ ഇതായിരിക്കുന്നു അയ്യം വിജയനാണെന്ന് പറഞ്ഞു. കിളി പോയി. എൻ്റെ പടത്തിലെ സ്റ്റേജിൽ കയറിയിട്ട് വല്ല കപ്പ് കൊടുക്കാനോ അല്ലെങ്കിൽ വല്ല ട്രോഫി മേടിക്കാനോ കയറിയിട്ടുള്ള സ്റ്റേജിലൊക്കെ. ഞാൻ അഭിനയം എനിക്ക് തീരെ അറിയില്ല ചേട്ടാന്ന് പറഞ്ഞു. അതറിയാണ്ടിരിക്കലാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞു ചേട്ടൻ. അതുകൊണ്ട് പക്ഷേ ഞാൻ നന്നായി അഭിനയിച്ചാൽ ദേശീയ അവാർഡ് കിട്ടിയ, ഞാൻ മോശമായിട്ട് അഭിനയിച്ച ദേശീയ അവാർഡ് കിട്ടു. ഞാൻ ഇപ്പോൾ ചോദിക്കാറുണ്ട് ചേട്ടനോട് ഇടയ്ക്കിടയ്ക്ക്, ചേട്ടാ അവാർഡൊന്നും വേണ്ടേ എന്ന് ചോദിക്കൂ. എങ്ങനെയായിരുന്നു പക്ഷേ അഭിനയിക്കാൻ പോയപ്പം ഒരു എക്സ്പീരിയൻസ്? ഭയങ്കര ടെൻഷൻ ഒന്നുമില്ല, കാരണം ചേട്ടനായിട്ട് ഭയങ്കര ക്ലോസ് ആയി. ജയരാജനായിട്ട് ഫാമിലി ആയിട്ടും എൻ്റെ തൃശ്ശൂർ തന്നെ ആയിരുന്നു താമസിക്കുന്നത്. അപ്പോൾ വീട്ടിലേക്ക് പോവും, അങ്ങനെ പോകും. അപ്പോൾ ഞങ്ങൾ മോഹൻലാലിൻ്റെ ഒരു ഷോയ്ക്ക് ദുബായിൽ ഒരുമിച്ച് പോയത്, ഞാനും ചേട്ടനും കൂടി ഒരുമിച്ച് പോയി. അപ്പോൾ ഭയങ്കര ക്ലോസ് ആയി. പിന്നെ അഭിനയിക്കാൻ
അത്ര ഇതൊന്നും ഉണ്ടാവും. ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു തരും, ഇതിങ്ങനെ ചെയ്താൽ മതി, ഇതങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറയും. അതല്ല വലിയ തിക്കും തിരക്കും പിടിച്ച് ഡയലോഗ് പറയണ്ടല്ലോ, അതൊക്കെ പറഞ്ഞാൽ മതി. പിന്നെ കമേഴ്ഷ്യൽ പടത്തിൽ വന്നപ്പോഴാണ് ഡയലോഗുകൾ പടപട എന്ന് പറയേണ്ടി വന്നത്. ഇതാകുമ്പോൾ അതൊക്കെ ഒരു എവിടെ പോകണോ ഒരു 10 മിനിറ്റ് ആയിട്ട് പിന്നെ പറഞ്ഞാൽ മതി, അപ്പോൾ കുഴപ്പമില്ല. ഈ വിജയൻ അഭിനയിച്ച സിനിമകൾ കണ്ടിട്ട് രാജി എന്താ പറയാറ്? നാളെ പോലെ അഭിനയിക്കായിരിക്കട്ടോ എന്ന് പറയുന്നത്. എൻ്റെ പേരക്കുട്ടി വരെ അച്ചാച്ചാ ഇത് വേണ്ട അഭിനയിക്കണ്ട കേട്ടോ എന്ന് അവർക്ക് വരെ മടുത്തു തുടങ്ങി. പക്ഷെ വിജയൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ വിജയനെ കുറിച്ചൊരു സിനിമ എന്നുള്ളത് നമ്മളൊരു വലിയ സ്വപ്നമാണ്. പണ്ട് കാലോഹരിനൊരു ഡോക്യുമെൻ്ററി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ചില ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ടല്ലോ ശരിക്കും. അത് ഞാൻ ഇപ്പോൾ അത് ഏകദേശം റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് തീരുമാനമായിട്ടുണ്ട് അതിൻ്റെ. അത് മിക്കവാറും ഇപ്പോൾ അടുത്ത വർഷം അല്ലെങ്കിൽ ഈ വർഷം ലാസ്റ്റ് ഷൂട്ടിങ് കൊടുക്കും. അപ്പോൾ അതിപ്പോൾ ചോദിക്കാവോന്ന് അറിയില്ല. അപ്പോൾ വിജയൻ്റെ റോൾ ആരായിരിക്കും എടുക്കുക? ധനുഷായിരിക്കുമോ? അതറിയില്ല, കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതാ അവരാ പ്രൊഡ്യൂസറിൻ്റെ കാശ് പോകണ്ടെങ്കിൽ നല്ല വെച്ച് അഭിനയിപ്പിച്ചോളൂ. അതിൽ അഭിനയിക്കേണ്ടി വന്നാൽ ചില ഭാഗങ്ങൾ അതിൽ അഭിനയിക്കേണ്ടി വരില്ലല്ലോ. കാരണം എൻ്റെ ലൈഫ് സ്റ്റോറി എടുക്കുമ്പോൾ ഇപ്പം പലരൊക്കെ ലൈഫ് സ്റ്റോറി പടം കണ്ടിട്ടില്ലേ, ലാസ്റ്റ് ഒരു കാപ്പി പിടിക്കാതിരിക്കുന്ന ഒരു സീൻ മാത്രമല്ലോ പേലയിൽ. നമ്മൾ അഭിനയിക്കേണ്ട കാര്യമില്ല, അവർ ചെയ്തോളൂ. അതൊക്കെ നമുക്ക് ഫുട്ബോളിലേക്ക് തന്നെ തിരിച്ചു വരാൻ തോന്നുന്നു. ഈ പലതവണ കേട്ട ചോദ്യമാണ് ആ ചോദ്യം. ഇന്ത്യ എന്തെങ്കിലും ലോക ഫുട്ബോളിൻ്റെ ഫൈനൽ റൗണ്ട് കളിക്കുമെന്ന് തോന്നിയിട്ടുണ്ടോ? ഈ ഇപ്പോഴത്തുള്ള ഇന്ത്യൻ ടീമിൻ്റെ വെച്ചിട്ട് തന്നെ കളിക്കാൻ നോക്കിയാൽ അടുത്ത കാലത്തൊന്നും നടക്കില്ല. കാരണം ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ഒരു 10-25-30 വർഷം ഒരു കാരണം ഒരു 5 വയസ്സുള്ള ഒരു കുറേ കുട്ടികളെ എടുത്തിട്ട് പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് നല്ല ഒരു 10-50 കുട്ടികളോ അല്ലെങ്കിൽ ഒരു 10-25 കുട്ടികളോ 30 കുട്ടികളെ എടുത്തിട്ട് നല്ല ട്രെയിനിങ് കൊടുത്ത് നല്ല പുറത്ത് കൊണ്ടുപോയി വിട്ട്, ഇപ്പോൾ നമുക്കൊക്കെ അറിയാം ഫ്രാൻസിലായാലും മറ്റേ ഇംഗ്ലണ്ടിലായാലും പുറത്തുനിന്ന് ഇപ്പോൾ എംബാപ്പയൊക്കെ അറിഞ്ഞൂടെ പുറത്തുനിന്ന് വന്നിട്ട് കളിക്കണതാണ് അവർ, മനസ്സിലായില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പുറത്ത് കൊണ്ടുപോയി ട്രെയിനിങ് ഒക്കെ കൊടുത്ത് വന്ന് ഏഷ്യയിലൊരു ഏഷ്യ കപ്പ് എടുക്കാതെ ഏഷ്യയിൽ ഒരു ഫൈനൽ വരെ സെമിയിൽ വരാമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ക്വാളിഫൈ ചെയ്യും. ഈ പ്രാവശ്യം കഴിഞ്ഞ അടുത്ത പ്രാവശ്യം 8 ടീമുണ്ട്, 12 ടീം അങ്ങോട്ട് ഉണ്ട് ഏഷ്യയിൽ നിന്ന്. കാരണം ടീമിൻ്റെ എണ്ണം കൂട്ടിയില്ലേ, ഇപ്പോൾ 48 അങ്ങോട്ടാക്കിയില്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന പ്ലേയേഴ്സിനെ വെച്ചിട്ട് ഒന്നും നടക്കുന്നില്ല. ഇതിപ്പോൾ ജപ്പാനും ചൈനയൊക്കെ പോലെ മുന്നോട്ട് കാണണം, എന്നാലേ നടക്കുള്ളൂ. സാങ്കല്പിക ചോദ്യമാണ്. ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കണമെന്ന് വിജയനോട് ആരെങ്കിലും ആവും? വിജയൻ ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്, ഇന്ത്യക്ക് വേണ്ടി 100ഓളം. അതാണ് ഞാൻ പറഞ്ഞത്, ആക്ഷൻ പ്ലാൻ തന്നെ ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല ഇതിന്. നല്ല കുട്ടികളെ കൊണ്ടുപോയി ചെറിയ കുട്ടികളെ കൊണ്ടുപോയി നല്ല അക്കാഡമി ഇവിടെ അല്ല കേട്ടോ, നാട്ടിലല്ല പുറത്തു കൊണ്ട് അതിനുള്ള ചിലവ് ഗവൺമെൻറ് അസോസിയേഷൻ എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടും. നമുക്ക് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം തന്നെ, ഇന്ത്യ എന്ന് വേൾഡ് കപ്പ് കളിക്കും എന്നുള്ള ചോദ്യമാണ്. അല്ല ഇപ്പോൾ ഞാനിപ്പോൾ തമാശ മോഡലിൽ പറയുമ്പോൾ ഇന്ത്യയിൽ വേൾഡ് കപ്പ് നടത്തേണ്ടി വരും. അപ്പോൾ ഒരു തമാശയായിട്ട് ഖത്തർ വേൾഡ് കപ്പ് കളിച്ചില്ലേ, ഖത്തറിൽ നടത്തിയായിരുന്നല്ല. അതുപോലെ കളിക്കും നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? അത് കളിക്കാനൊക്കെ പറ്റുന്നേ. ഇതിപ്പോൾ അവരെ പോലെ നമുക്കും സ്റ്റാമിനയും, പക്ഷെ അവരുടെ ഫിസിക്ക് കുറച്ച് കുറവെന്നുള്ളൂ, സ്കില്ലും അതൊക്കെ ഉണ്ട്. കാരണം നല്ല നല്ല അക്കാഡമിയിൽ പോയി ചേർന്നിട്ട് പിള്ളേരെ നല്ല ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും കളിക്കാൻ പറ്റും നമുക്കും. നമ്മളെ ഏഷ്യയിലൊരു ഒരു ബെസ്റ്റ് 6 വന്നാൽ മതി, തീർച്ചയായിട്ടും നമുക്ക് വേൾഡ് കപ്പ് കളിക്കാം. ഒരുപാട് ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ, JCT ഫഗ്വാര, ചർച്ചിൽ ബ്രദേഴ്സ്, FC കൊച്ചിൻ, കേരള പോലീസ്. ഈ ഒരുപാട് പ്ലേയേഴ്സിനൊപ്പം കളിച്ചു. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തേജീന്ദറിനൊപ്പം അങ്ങനെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഫുട്ബോൾ രംഗത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു ക്ലബിൽ കളിക്കുന്ന കാലം ഓർത്തെടുക്കാൻ പറഞ്ഞാൽ, ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തെടുക്കാൻ പറഞ്ഞാൽ വിജയൻ ഏതായിരിക്കും? കേരള പോലീസ് എന്ന് പറയുള്ളൂ. എൻ്റെ ലൈഫ് തന്നെ മാറ്റിമറിച്ച് കേരള പോലീസാണ്. കാരണം 17 വയസ്സിൽ ഞാൻ പോലീസിൽ ചെല്ലുമ്പോൾ എൻ്റെ പ്രാക്ടീസ് മാച്ച് കണ്ടിട്ട് ജോസഫ് സാറും മരിച്ചുപോയ ഗോപിനാഥ് സാറും പിന്നെ കരുണാകരനായിരുന്നു അന്ന് അവിടെ നിൽക്കാൻ പറഞ്ഞത്.
6 മാസം ഉണ്ട് 18 വയസ്സാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് നല്ല സെവൻസ് അടിപൊളിയായിട്ട് നടക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ കളിക്കാൻ പോയിക്കോട്ടേന്ന്. ഭാഗ്യം എന്നെ വിടാണ്ടിരുന്നത്. ആ വിട്ട് കഴിഞ്ഞാൽ എന്നെക്കാളും നല്ല പ്ലേയേഴ്സ് ഒന്ന് ജോയിൻ ചെയ്യുമല്ലോ. അപ്പോൾ എന്നെ അവിടെ 6 മാസം വരെ കൂടെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു, അവിടെ നിന്നു. അതാണ് എൻ്റെ ടേണിങ് പോയിന്റ്. അല്ല ഇപ്പോൾ മോഹൻബാഗിൽ പോയി കളിച്ചു, ഈ കേരള പോലീസിലൊക്കെ കളിച്ചുകൊണ്ടാണ്. പക്ഷേ കൽക്കത്തയിൽ ശരിക്കും ഭയങ്കര ഇതായിട്ടുള്ള അനുഭവങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലേ? കൽക്കട്ട ഫാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാൻസും അവരുടെ ഫാൻസും ഭയങ്കര വ്യത്യാസമാണ്. അവിടെ ഉള്ളൊരു കൽക്കട്ടയിലുള്ളൊരു ക്ലബിനെയാണ് സ്നേഹിക്കുന്നത്. ഇപ്പോൾ മോഹൻബാനും ഈസ്റ്റ് ബംഗാൾ കളി എന്ന് പറഞ്ഞാൽ ഒരു 1.5 ലക്ഷം ആൾക്കാർ 1.25 ലക്ഷം ആൾക്കാർ സോൾട്ട് ലേക്കിൽ കളി കാണാനുണ്ടാവും. പക്ഷേ അവർ ക്ലബിനെയാണ് സ്നേഹിക്കുന്നത്. അവർ മോഹൻബാൻ ക്ലബിൻ്റെ ഫാനാണ് ഞാൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ അവിടെ അങ്ങനെ ഞാൻ എപ്പോഴും പറയാറില്ല, കേരളത്തിൽ ഫുട്ബോളിനെയാണ് സ്നേഹിക്കുന്നത്. കാരണം എനിക്ക് നല്ല അനുഭവങ്ങളാണ്. ഞാൻ കേരള പോലീസിൽ കളിക്കുമ്പോഴും നന്നായിട്ട് തന്നെ നന്നായി കളിച്ച സപ്പോർട്ട് ചെയ്യും. ഞാൻ നമ്മുടെ കോഴിക്കോട് നാഴ്ച കളിക്കുമ്പോൾ ഞാൻ മോഹൻബാഗിൽ കേരള പോലീസിൻ്റെ എതിരെ കളിക്കുന്നത്. അപ്പോഴും നന്നായി കളിച്ചാൽ സപ്പോർട്ട് ചെയ്യുള്ളൂ കേട്ടോ. ചീത്തയായി കളിച്ചാൽ അവർ ചീത്തൊക്കെ പറയും നമ്മുടെ ഫാൻസ്. അപ്പോൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, നന്നായിട്ട് കളിക്കാനും പറ്റും, കളിച്ചേർന്നു. അതാണ് പറഞ്ഞത്, നമ്മുടെ ഫാൻസ് എന്ന് പറഞ്ഞാൽ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഫാൻസാണ്, ഫുട്ബോൾ കളിക്കാരനെ സ്നേഹിക്കുന്ന ഫാൻസ്. അവിടെ എന്ന് പറഞ്ഞാൽ കൽക്കട്ടയിൽ സ്നേഹമുണ്ട് നമ്മളോട്, പക്ഷേ ക്ലബിനെയാണ് അവർ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്. ഈ വിജയൻ്റെ മനസ്സിൽ ഫ്രീസ് ചെയ്ത് വെച്ചൊരു ചിത്രമുണ്ട്. അതായത് അത് മാതൃഭൂമി സ്പോർട്സ് മാസികയുടെ പോസ്റ്ററായിട്ട് വന്ന് അതൊരു കോഴിക്കോടുള്ളൊരു ഫോട്ടോഗ്രാഫർ എടുത്താണ്. സിസേഴ്സ് കപ്പിൻ്റെ പെറലിസ് അല്ലേ, പെറലിസിനെതിരായിട്ടുള്ള. അപ്പോൾ അതൊരു ഗോൾ, അന്നത്തെ ഒരു ഗോൾ ഉണ്ടല്ലോ. അപ്പോൾ ഓർത്തെടുക്കുമ്പം മനസ്സിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 3-4 ഗോളുകൾ പറയാൻ പറ്റും അന്നത്തെ? ഞാൻ ഇതേപോലെ ബാക്ക് സെസർ അടിച്ച് കൽക്കട്ടയിൽ കുറേ ഗോളൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് ഞാൻ JCT കളിക്കണം, അത് കോഴിക്കോടാണ് കളിക്കുന്നത്, അത് സിസേഴ്സ് കപ്പ്. പിന്നെ പാരലസ് എന്ന് പറഞ്ഞ മലേഷ്യയിലുള്ള ടീമെതിര്. അപ്പോൾ ലാസ്റ്റ് ഒരു 10 മിനിറ്റ് ഉള്ളൂ. അപ്പോൾ തജിദർ ഇങ്ങനെ ക്രോസ് ചെയ്തപ്പോൾ ഞാനിങ്ങനെ വേറെ ഓപ്ഷനൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് ഞാൻ ട്രൈ ചെയ്തെന്നുള്ളൂ. ആ കറക്റ്റ് കാൽമുണ്ട്. പക്ഷെ ആ ചേട്ടനെ കിട്ടിയുള്ളൂ, ആ ഫോട്ടോ കിട്ടിയുള്ളൂ. അത് ഗോളായി. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട്. കാരണം കോഴിക്കോട് അത്രയും ജനമായിരുന്നു കളി കാണാൻ, അത്രയും ജനം. കോഴിക്കോട് പിന്നെ നമുക്കറിയാമല്ലോ എല്ലാവർക്കും, ഭയങ്കര ജനമല്ലേ. അവരുടെ മുന്നിൽ ആ ഒരു ഗോളിനാണ് ജയിക്കുന്നത്. അതിൻ്റെ ഒരു വാല്യൂ ഉണ്ട്. ഗോള് കുറേ അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ മോഹൻബാഗിൽ കളിക്കുമ്പോൾ ഈസ്റ്റ് ബംഗാളിൻ്റെ എതിരും ഗോൾ അടിച്ചിട്ടുണ്ട്, മോഡൽസിൻ്റെ എതിരും ഇങ്ങനെ ബാക്സൊക്കെ അടിച്ച് ഗോളാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രത്യേക വാല്യൂ ആണ്. കോഴിക്കോട് കളി അത് ആ ഒരു ഗോളിൽ ജയിക്കുന്നു, അതൊക്കെ തന്നെയാണ് അതിൻ്റെ വാല്യൂ. പിന്നെ ആ ചേട്ടന് ഫോട്ടോ കിട്ടി, മാതൃഭൂമി അവരത് കലണ്ടറാക്കി. ഇന്ത്യക്ക് കളിച്ച ഒരു മത്സരം ഓർത്തെടുക്കാൻ പറഞ്ഞാൽ ഏതായിരിക്കും മനസ്സിലുണ്ടാവുക? അത് ചതിയാവില്ല. ഇപ്പം ഇന്ത്യക്ക് കളിച്ചതാണ് കുറേ കളിച്ചു. ഒരു കളി ഭയങ്കര പാടാണ്. ദാസനോട് വന്നിട്ട് പാട്ട് പാടിയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പാടാൻ പറ്റും? ദാസനില്ല, അതിങ്ങനെ നോക്കി പിടിച്ചിട്ടൊക്കെ ആണ്. അപ്പോൾ ആഫ്രോ ഏഷ്യൻ ഗെയിംസിന് സംഭവം റിട്ടയർഡ് മാച്ചായിരുന്നു, പക്ഷെ അതിൻ്റെ ടോപ്പ് സ്കോറായിരുന്നു. പിന്നെ അല്ല പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തെടുക്കുക അങ്ങനെ അത്ര വലിയ കളിയൊന്നും കളിച്ചിട്ടില്ല എന്നുണ്ട്. അല്ല, ആഫ്രോ ഏഷ്യൻ ഗെയിംസ് ആയിരുന്നല്ലോ അവസാനത്തെ ടൂർണമെൻറ്റ്. അന്ന് ഹൈദരാബാദിൽ വെച്ചിട്ട് ഫൈനലിൽ ഒറ്റ ഗോളിന് അല്ല ടൈ ബ്രേക്കറിൽ തോറ്റു. അന്ന് സത്യത്തിൽ അത് കഴിഞ്ഞിട്ട് ഒരു വലിയ പാർട്ടിയൊക്കെ നമ്മളവിടെ ടോപ്പ് ടെസ്റ്റിൽ പിടിച്ചില്ല. അതെ, ആ സംഭവം എന്ത് ഞാൻ റിട്ടയർഡ് ചെയ്യാൻ പോകണം, നിങ്ങൾ എന്തിന് ഡോപ്പ് ടെസ്റ്റ് എന്നോട് ഇത്ര വയസ്സായ ആളെ എങ്ങനെ ഓടാന്ന് ഇങ്ങനെ. ഞാൻ പറഞ്ഞ പൊന്നോ, ഞാനിപ്പോൾ ഓട്ടെ, എന്നെ വിടുന്നുണ്ടേ ഡോപ്പ് ടെസ്റ്റിന്. ഈ കളി കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് സെറ്റ് ചെയ്യണം, മൂത്ര വെച്ചിട്ട് വരേണ്ടത്. എത്ര സമയം 3 എൻ്റെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പാർട്ടിയൊന്നും നടത്താൻ പറ്റിയില്ല. ഞാൻ വരുമ്പോൾ തന്നെ കുറേ സമയമായി. ഒന്നാമത് കളി കഴിയുമ്പോൾ 9:30. ഇത് ഒരു 3-4 മണിക്കൂർ വേണ്ടി ഞാൻ തിരിച്ചു വന്ന്. അത് വന്നത് ഓട്ടോറിക്ഷയിൽ അടിപൊളിയായിട്ട്. ഓട്ടോറിക്ഷയിലാണ് തിരിച്ചു പോകുന്നത്? ഓട്ടോറിക്ഷയിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ അവസാനത്തെ മത്സരം കളിച്ചിട്ട് ഓട്ടോറിക്ഷ തിരിച്ചു പോയത് ഡോപ്പ് ടെസ്റ്റ് ഓട്ടോറിക്ഷയിൽ. അത് കുഴപ്പമില്ല, ഇപ്പോഴും ഓട്ടോറിക്ഷയിൽ പോകണമല്ലോ. അല്ല, അതൊരു ശരിക്കൊരു വല്ലാത്തൊരു മുഹൂർത്തമായിരുന്നു. കാരണം ഒരു അവസാന മാച്ച് കളിക്കുന്നു, അത് ഫൈനലാവുന്നു, ടൈ ബ്രേക്കർ തോക്കുന്നു. ജോപ്പളൊക്കെ പറഞ്ഞു എനിക്ക് വല്ല പ്രാന്തുണ്ട് അതൊരു റിട്ടയർഡ് ചെയ്യാൻ. ഞാൻ പറഞ്ഞു സ്റ്റീഫൻ കോൺസ്റ്റന്റൈനായിരുന്നു കോച്ച്. ഞാൻ പറഞ്ഞു ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നല്ല ടൂർണമെൻറ്റാണ്, ബെസ്റ്റ് ടൂർണമെൻറ്റാണ്, അത് പിന്നെ നടന്നിട്ടുമില്ല, ഇപ്പോൾ റിട്ടയർഡ് ചെയ്തോ. ഞാൻ പറഞ്ഞു ഓക്കെ
നമ്മൾ ഒഴിഞ്ഞു കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു പ്ലെയറിനെ കിട്ടിയില്ല നമുക്ക്. സുനിൽ ഛത്രിനെ കിട്ടിയില്ല. ഞാൻ റിട്ടയർ ചെയ്തിട്ടാണല്ലോ അവൻ പറഞ്ഞത്. സുനിൽ ഛത്രിക്കൊപ്പം കളിച്ചില്ലേ? സുനിലിൻ്റെ കൂടെ ഞാൻ കളിച്ചില്ല, ഭയങ്കര ജൂനിയറല്ലേ. ഞാൻ എതിരെ ഒരു കളി കൊണ്ട് കളിച്ചിട്ടുള്ളൂ തോന്നുന്നുണ്ട്. അവൻ മോഹൻ ബാലിൽ കളിക്കുമ്പോൾ ഞാൻ എന്തോ JCT അങ്ങനെ കളിക്കുന്ന സമയമാണ്. ചാത്തുണ്ണി തൊട്ടിട്ട് നയിമുദ്ദീൻ, അതേപോലെ കോൺസ്റ്റൻറ്റൈൻ, സ്റ്റീഫൻ കോൺസ്റ്റൻറ്റൈൻ, ഇങ്ങനെ ഒരുപാട് പരിശീലകർ. അപ്പം മനസ്സിൽ പെട്ടെന്ന് ഓർത്തെടുക്കുന്ന പരിശീലകരായ ജോസ് പറമ്പൻ എന്ന് പറയുള്ളൂ. ഞാൻ ജോസ് പറമ്പൻ മരിച്ചോള്. ചാത്തുർ സാറ് ഞാൻ 3 ഇയറിൻ്റെ ക്യാമ്പിൽ ഉണ്ടായിരുന്നതാണ്. ജോസ് പറമ്പനാണ് എന്നെ ക്യാമ്പിൽ കൊണ്ടാക്കണം, എൻ്റെ കളി കണ്ടിട്ട് കൊണ്ടാക്കണത് 3 ഇയറിൻ്റെ ക്യാമ്പിൽ. അവിടെ നിന്നാണ് ചാത്തുർ സാറിനെ കിട്ടുന്നത്. എന്നെ ഒരാൾ ഇപ്പോൾ ഓരോരുത്തർക്കൊക്കെ ഉഷേച്ചിക്ക് വേണമെങ്കിൽ പറയാം, മറ്റേ കോച്ച് രക്ഷപ്പെടുത്തിയ എന്നെ ഒരാൾ രക്ഷപ്പെടുത്തിയ എന്നെ കുറേ പേരായിട്ട് രക്ഷപ്പെടുത്തിയതാണ്. എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ കുറേ ആൾക്കാരുടെ ഒരു സ്വത്താണ് ഞാൻ. അത് ഒരാളുടെ പേര് മാത്രം പറയാൻ പറ്റില്ല എനിക്ക്. ഈ ഒരു കോച്ച് ആവുന്നതിനെ കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ B ലൈസൻസ് പാസ്സാവും. കോച്ചിങ് കൂടെ അറിയണ്ടേ ഇനി, അതല്ല പ്രശ്നം. കോച്ചിങ് കൂടെ അറിയില്ല, അതല്ല പ്രശ്നം. എന്നാലും ഭാവിയിൽ അങ്ങനെ ഒരു റോളിൽ പ്രതീക്ഷിക്കാൻ പറ്റുമോ? പ്രതീക്ഷിക്കാം, നോക്കാം നമുക്ക്. എന്തായാലും റിട്ടയർഡ് ചെയ്തിട്ടുണ്ട് ഇവർ. ഏപ്രിൽ റിട്ടയർഡ് അല്ല പോലീസ്. കേരള പോലീസ് റിട്ടയർഡ് ആവും. DYSP ആണ് അല്ലേ? DYSP ആണ്. അപ്പോൾ ഈ പോലീസ് അനുഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഫുട്ബോൾ അല്ലാതെ പോലീസ് അനുഭവങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ അതെന്താ പറയും? പോലീസ് ഞാനൊരു ചാലയിൽ പ്രശ്നം ഉണ്ടായി. ഇവിടെ തിരുവനന്തപുരത്തുള്ളവർക്കൊക്കെ അറിയാം, ചാലയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്പോർട്സുകാരുടെ എല്ലാവരും ഡ്യൂട്ടിക്ക് ഇട്ടപ്പോൾ എല്ലാവരും കംപ്ലീറ്റ് കിഴക്കോട്ട കംപ്ലീറ്റ് സ്റ്റാർ വെച്ചാൽ ആദ്യമായിട്ടതുകൊണ്ട് തിരുവനന്തപുരത്തുള്ളവർ കാണുന്ന ഇത്രയധികം പോലീസ് ഓഫീസേഴ്സിന്. അങ്ങനെയല്ല, അവ എന്നെ ഇട്ടു. ഞാൻ ആ സമയത്ത് മുട്ടിയൊക്കെ ബാക്കിലേക്ക് വളർത്തിയിട്ടുള്ള സമയമാണ്. പെട്ടെന്ന് ഡ്യൂട്ടി കിട്ടില്ല. അപ്പോൾ നോക്കിയാൽ യൂണിഫോമൊന്നും ഇല്ല. അപ്പോൾ ഒരു ഷോർട്ട് പുട്ട്, ഒരു മാത്യു എന്ന് പറഞ്ഞിട്ടൊരു വോളിബോൾ പ്ലെയർ ഉണ്ട് ഞങ്ങളുടെ. അപ്പോൾ അവൻ്റെ പാൻറ് എടുത്തിട്ടു. വലിയ ഭയങ്കര ലൂസുള്ള പാൻറ്റാണ്. പിന്നെ ഒരു വേറൊരാളുടെ ഷർട്ട് എടുത്തു, ഒക്കെ കൂടി ഭയങ്കര ലൂസാണ്. തൊപ്പി വെച്ചപ്പോൾ തൊപ്പി ഇറങ്ങി പോയി, തല ചെറുതല്ലേ. ഞാൻ ബെൽറ്റ് എടുത്തൊക്കെ കെട്ടിയ, പോലീസിൻ്റെ ബെൽറ്റ് കണ്ടില്ലേ, കെട്ടിയപ്പോൾ നിറച്ച് ഫ്ലീറ്റ് കൂടെ. ഞാനെന്നിട്ട് കൂളായിട്ട് ഓടിപ്പോയി ജീപ്പിൽ കയറിയെന്ന്, വണ്ടിയിൽ കയറിയെന്ന്. അവരോരോ പ്ലട്ടൂണ തരാം നമുക്ക്. എന്നെ ഇട്ട് സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ ഡ്യൂട്ടിക്കിട്ടെ. ഞാൻ നോക്കിയാൽ വയർലെസ് ഇരിക്കുന്നു. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച സ്പോർട്സിലുള്ളവരല്ല കേട്ടോ, എൻ്റെ കൂടെ അല്ലേ. അവർ നന്നായി PSC ടെസ്റ്റൊക്കെ എഴുതി നല്ല പഠിപ്പുള്ള പിള്ളേരിയ്ക്കണം എൻ്റെ ബാക്കിൽ. ഞാൻ ASI ആയിരുന്നു മുന്നിലിരിക്കണേ. അപ്പോൾ എൻ്റെ പിള്ളേർ അവർ വയർലെസ് ഈ പ്ലട്ടൂണിൻ്റെ ഓഫീസർ ആരാന്ന് വെച്ചത്. അപ്പോൾ രാജീവ് സാറാണ് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സാറിനെ അന്വേഷിക്കണേ. ഞാൻ പറഞ്ഞു പോടയ്ക്കാ, എന്നോടൊന്നും വലിയത് കൈകാര്യം ചെയ്യാം, നിങ്ങളാരെങ്കിലും പണിയെടുത്ത് നിങ്ങൾക്ക് പറഞ്ഞാൽ തന്നെ. അവർ കോളേജ് സാറേ ഇത് വിജയൻ സാറാണ് ഈ പ്ലട്ടൂണിൻ്റെ ഓഫീസർ. അപ്പോൾ എവിടേക്ക് പോകണം? സെക്രട്ടറിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് സാറേ. അവനോട് എവിടെയും പോകണ്ടെന്ന് പറയും. അവനോട് അവിടെ ഇന്ന് ഇരുന്നാൽ മതി, പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറയാം. എന്നിട്ട് പക്ഷെ എൻ്റെ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കിയായിരുന്നു. പ്രതികളെ കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പ്രതികളെ നമ്മൾ ക്യാമ്പിലല്ലേ, അങ്ങനൊന്നുമില്ല. ഈ ട്രെയിനിങ്ങിൻ്റെ, പോലീസുകാരെ ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിലോ? അതുണ്ട്. അത് നമ്മളാണല്ലോ ചെയ്യിപ്പിക്കലൊക്കെ. കാരണം ഞാൻ 2 കൊല്ലമായിട്ട് 2-3 കൊല്ലം ട്രെയിനിങ് കമ്പനിയിലൊക്കെ ജോലി ചെയ്താൽ. പിന്നെ തൃശ്ശൂർ ഫസ്റ്റിൽ വന്നിട്ട് ട്രെയിനിങ് കമ്പനിയിലൊക്കെ ഉണ്ടായിരുന്ന. പിന്നെ നമ്മൾക്ക് ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ളതാണ് ഓൾറെഡി. നമ്മൾ എല്ലാവരും ഞങ്ങൾ ആദ്യം ഫുട്ബോളേഴ്സൊക്കെ ഒരുമിച്ച് തന്നെ ട്രെയിനിങ് ആയിരുന്നു. ട്രെയിനർ വിജയൻ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും അല്ലേ? സ്ട്രിക്റ്റ് ഒന്നുമില്ല. സ്ട്രിക്റ്റ് ആക്കിയിട്ട് എന്ത് പിള്ളേർ ചകളെല്ലാം അടിച്ച് പോലെ ചകളെല്ലാം അടിച്ചിട്ട് അടയ്ക്കാന്ന് വെച്ച്. പോലീസ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ റിട്ടയർ ചെയ്യാൻ പോയതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ മുഴുവൻ സമയം ഫുട്ബോൾ അക്കാദമി അങ്ങനെ എന്തെങ്കിലും? തീർച്ചയായിട്ടും ഒരു അക്കാഡമിയിൽ ഒരു ഉദ്ദേശമുണ്ട്, ഒരു നോക്കണത്. ഇപ്പോൾ നമ്മൾ ഈ പോലീസിലുള്ളവരും പ്രൈവറ്റായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ ഗവൺമെൻറ് ജോലിക്കാർ അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് റിട്ടയർ ചെയ്തിട്ട് എന്തെങ്കിലും നോക്കണം, നല്ലൊരു അക്കാഡമിയോ ഇതൊക്കെ നോക്കണം. വേറൊരു കാര്യം സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചോദിക്കട്ടെ. ഈ ഏറ്റവും കൂടുതൽ ആദരവ് തോന്നിയ ഒരു കായിക താരം എന്ന് പറയുമ്പോൾ ആരായിരിക്കും? അല്ലെങ്കിൽ ഇന്ത്യൻ സ്പോർട്സിൽ അത് എന്തുകൊണ്ടായിരുന്നു? ഇന്ത്യൻ സ്പോർട്സാണോ അത് ഫുട്ബോളാണോ? അങ്ങനെ എല്ലാ ഗെയിമിലും കൂടെ തോന്നിയത് നമുക്കൊക്കെ ഭയങ്കര വിഷമം തോന്നിയത് തന്നെ ചേച്ചിയുടെ അവരെല്ലാവരും അത്രയും പ്രാർത്ഥിച്ച് ഇരിക്കുന്ന സമയമായിരുന്നു. ഒളിമ്പിക്സിന് മെഡൽ കിട്ടാൻ വേണ്ടി ചെറിയ ഇതിലാണ് പോയത്.
ചേച്ചിയോടാണ്, ചേച്ചിയൊക്കെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഈ നിലയിലെത്തിയത്. അപ്പോൾ ചേച്ചിയോടാണ് വലിയൊരു ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു അത്ലറ്റ് നമുക്കറിയാം, പയ്യോളി എക്സ്പ്രസ് ആണ് എന്നൊക്കെ അറിയാം. ചേച്ചിയുടെ വന്ന വഴിയും ഒക്കെ നമ്മളെ പോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ചേച്ചിയോട് ഭയങ്കര ഒരു ആരാധനയും ഉള്ളതാണ്. ഇന്ത്യൻ സ്പോർട്സിൽ ഏറ്റവും കൂടുതലുള്ള ഒരു ഐക്കണായിട്ട് വിജയൻ്റെ മുന്നിലുള്ളത് ഉഷ ചേച്ചി തന്നെ ആയിരിക്കും, PT ഉഷ അല്ലേ? എന്തുകൊണ്ടാണ് ശരിക്കും അങ്ങനെ? അല്ല, ചേച്ചി എന്ന് പറഞ്ഞാൽ അത്രയും കഷ്ടപ്പെട്ട് അത്രയും വലിയ ഉന്നത സ്ഥാനം ഒരു മെഡൽ വരാമെന്ന് പറഞ്ഞാൽ ഇപ്പം അഞ്ജു ബോബി ജോർജ് കുഴപ്പമൊന്നുമില്ല, കാരണം വേൾഡിലെ നമ്പർ 1 മറ്റേ ഇതാണ്, ജമ്പറാണ്. അഞ്ജും നല്ല ഇതുള്ളതാണ്. പക്ഷെ ചേച്ചി എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും ആ സമയത്ത് നമ്മൾ അത്രയും പ്രാർത്ഥിച്ച് ചേച്ചിക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് മെഡൽ കിട്ടണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്ന സമയമുണ്ട്. ഇപ്പം ചേച്ചി MP ആണ്. പോലീസിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം ലൈഫ് ശരിക്കും ഏത് രീതിയിലാണ് ഇപ്പം വിജയം പ്ലാൻ ചെയ്യുന്നതെന്ന് ചോദിക്കാം. ഞാൻ പറന്ന് നടക്കണം, യാത്രകളൊക്കെ ചെയ്യും, ഫുൾ അടിപൊളിയായിരിക്കണം. ഞാൻ ചേട്ടൻ വിചാരിച്ച പോലെ എനിക്കിങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറ്റില്ല. എനിക്കിങ്ങനെ അവിടെ പോവുക ഇവിടെ പോവുക എന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സായിട്ട് പോവുക അതൊക്കെ പറ്റുള്ളൂ. ആരുടെ വീട്ടിലിരുന്ന വയസ്സായെന്ന് തോന്നില്ലേ, എന്തിനത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്കിങ്ങനെ പറഞ്ഞെടുക്കാം. അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ചെയ്യണം. അത് എത്ര രാജ്യങ്ങളിൽ വിജയൻ പോയിട്ടുണ്ടാവും? കുറേ സ്ഥലത്ത് പോയിട്ടുണ്ട്. 6 വേൾഡ് കപ്പ് തന്നെയാണ് 6 സ്ഥലത്തല്ലായിരുന്നു അതന്നെ. പിന്നെ കളിക്കാനും ഇതിനൊക്കെ പിന്നെ കുറേ സ്ഥലത്ത് പോയിട്ടുണ്ട്. യാത്രകൾ വിജയൻ തേടുന്നത് എന്താണ്? എന്താ ആളുകളെ മനുഷ്യരായിട്ട് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണോ? അല്ല, ഞാനിപ്പോൾ ഈ ഇനോഗ്രേഷനും ഇതിനൊക്കെ പുറത്ത് പോകുന്നുള്ളൂ. അത് രസമല്ലേ? രസമല്ല, കാശ് കിട്ടും. അതന്നെ രസക്കാരനിപ്പം വരും, കാശ് കിട്ടും. വിദേശത്ത് പോകുമ്പോൾ ഭാഷ ഒരു പ്രശ്നമായി തോന്നുക? എന്തിനി? അവിടെ അറബി എന്ന് പറയുന്നുണ്ടല്ലോ, ഇംഗ്ലീഷ് ഉണ്ടല്ലോ കയ്യിൽ, ഹിന്ദിയും അതൊക്കെ മതി. അവിടെ നിന്ന് പറയേണ്ട ആവശ്യം നമ്മുടെ മലയാളികളൊക്കെ അവിടെയും കേരളത്തിൽ ഇല്ലാന്നുണ്ടോ അത്രയധികം മലയാളികൾ അവിടെ ഉണ്ട്. അങ്ങോട്ട് തിരിഞ്ഞ മലയാളി, ഇങ്ങോട്ട് തിരിഞ്ഞ മലയാളി, പിന്നെ അവിടെ ഏത് ഭാഷ പറയാൻ നമ്മൾ എവിടെ പോയാലും മലയാളികളെ കാണും. ആ ദുബായിലൊക്കെ ഒന്ന് പോയി നോക്കിയേ, കാസർഗോഡ് കൊണ്ട് കളിയാണ്. ഒരു ജില്ല തന്നെ ഉണ്ട് അവരുടെ അവിടെ. കാര്യമായിട്ട് ചേട്ടാ, കാസർഗോഡ് ഒരു ജില്ല തന്നെ ഉണ്ട് അവർക്ക് അവിടെ. അത്രയധികം പേരുണ്ടാവും. തീർച്ചയായിട്ടും. ഇപ്പം ഒരു എൻ്റെ ഭാഗത്തു നിന്നൊരു അവസാന ചോദ്യമാണ്. ഇപ്പോൾ ഒരു പത്മശ്രീ പുരസ്കാരം കിട്ടി. ശരിക്കും ഇത് ബൂട്ടിയേക്ക് കിട്ടിയിട്ട് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത് അല്ലേ? അത് ശരിയാണ്. വിഷമമൊന്നുമില്ല കേട്ടോ, കാരണം എനിക്ക് എന്തായാലും ലേറ്റ് ആയാലും കിട്ടുന്നുണ്ടല്ലോ, അത് വലിയൊരു ഭാഗ്യമല്ലേ. അതിലിപ്പോൾ ഇത് വലിയൊരു അവാർഡാണ്, നിരസിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഏത് അവാർഡും ഇപ്പോൾ ഒരു 7s കളിച്ചൊരു ട്രോഫിയുടെ അതും വലുത് തന്നെയാണ്. പക്ഷെ അത് എല്ലാ അവാർഡും വലുത് തന്നെയാണ്. പക്ഷെ ഇതും വലിയ അവാർഡ് തന്നെ, അർജുന അവാർഡും വലിയ അവാർഡ്, അല്ലാതെ വലിയ അവാർഡ് തന്നെ. പക്ഷേ ഇത് കിട്ടുക നേരം പോയി എല്ലാവരും പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു മാഡുണ്ട്, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിലൊരു മാഡുണ്ട്, സന്ധ്യ മാഡം, ശാന്ത മാഡം എന്ന് പറഞ്ഞിട്ട്. ശാന്ത മാഡം ഞാൻ എൻ്റെ അപ്ലൈ ചെയ്യണൊക്കെ ശാന്ത മാഡമാണ് എല്ലാ കൊല്ലം, കുറേ കൊല്ലമായിട്ട് അപ്ലൈ ചെയ്യുന്നത് മാഡമാണ്. അപ്പോൾ മാഡം പറയും വിജയം നമുക്ക് കഴിഞ്ഞ കൊല്ലം കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു കിട്ടും എന്നൊക്കെ വിചാരിച്ചു. അപ്പോഴും മാഡത്തിന് ഭയങ്കര സങ്കടമായി. അപ്പോൾ നമ്മൾ സാറില്ല വിജയ ഈ കൊല്ലം നമുക്ക് അപ്ലൈ, ഇത് കിട്ടണ വരെ നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വയസ്സായ ഞാൻ മരിക്കണ വരെ കിട്ടണ വരെ ഞാനും ഉണ്ട് മാഡം, ഒപ്പത്തിന് കട്ടക്ക് ഞാനും ഉണ്ട് പറഞ്ഞു. മാഡം അപ്ലൈ ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ ഭയം കൊണ്ട് ഈ കൊല്ലം കിട്ടി. അല്ല, ബൈജുനും കിട്ടുകൊണ്ട് വിഷമമൊന്നുമില്ല, കാരണം അവൻ്റെ അവിടുത്തെ ഗവൺമെൻറ് കൊടുത്തിട്ട് അവൻ കൽക്കട്ടയിൽ നിന്നാണ് കൊടുത്തതെന്നുണ്ട് അങ്ങനെ കിട്ടിയതാണ്. അതുകൊണ്ട് വിഷമമൊന്നുമില്ല, കാരണം നല്ല നല്ല പ്ലേയേഴ്സിന് കൊടുക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. അതിൽ നമുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ ധിക്കരിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് സമയം അങ്ങോട്ട് കിട്ടും. അപ്പം എൻ്റെ സമയം ഇപ്പോഴായിരുന്നു, അപ്പോൾ കിട്ടി. ഒരു കണക്കിന് നല്ലൊരു ടൈമാണ് എൻ്റെ കിട്ടിയത്. ഇത് 10-20 വർഷം മുന്നേ കിട്ടാൻ ഒരാൾ മൈൻഡ് ചെയ്യില്ലപ്പോൾ, അത് അന്ന് അങ്ങനെ മാഞ്ഞു പോയേനെ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല ടൈമും, പിന്നെ ഞാൻ റിട്ടയർഡ് ചെയ്യുന്നതിൻ്റെ 4 മാസം മുന്നാണ് ഇത് കിട്ടണത്. അതിൻ്റെ ഒരു തിളക്കം പത്മശ്രീ കിട്ടിയതിൻ്റെ ഒരു ഇത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. വിജയൻ്റെ ഒരു രീതി തന്നെ അതാണെന്ന് തോന്നുന്നു. ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വല്ലാതെ ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ അതിൽ സങ്കടപ്പെടുക. ഈ അർജുന അവാർഡ് കിട്ടാണ്ട് ഇങ്ങനെ നടക്കാറുണ്ട്, കുറേ കാലമായിട്ട് അർജുന അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, അർജുന അവാർഡ് കിട്ടണമെങ്കിലേ കേന്ദ്രത്തിലൊക്കെ പിടിയാണോ, വല്ല പിടിയുണ്ടോ, വല്ല രാഷ്ട്രീയം? ഞാൻ പറഞ്ഞ ചേട്ടാ പന്ത് കളിക്കാനേ അറിയുള്ളൂ, എനിക്ക് പിടിക്കാനൊന്നും അറിയില്ല, കളിച്ചിട്ട് അവർ തന്നെങ്കിൽ തന്നാൽ മതി. അങ്ങനെ തരാണ്ടിരിക്കാൻ പറ്റാത്ത കാരണം തന്നതെന്ന് കൊണ്ടുവര്. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് കലാഭവൻ മണിക്ക് സംഭവിച്ച പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവില്ല ജീവിതത്തിലേക്ക്? ഇല്ല, ഞാൻ തലയിട്ട് വീഴില്ല, കാരണം എനിക്കറിയാം, ഞാൻ തന്നെയല്ലേ അപ്ലൈ ചെയ്യണേ.
അപ്പോൾ എനിക്കറിയാൻ കിട്ടോ കിട്ടില്ല എന്നൊക്കെ. അപ്പോൾ തലവെച്ചിട്ട് വീട്ടക്കാരല്ലേ ഞാൻ തന്നെ അപ്ലൈ ചെയ്താൽ കിട്ടില്ല എന്ന് പറയുന്നത്. അല്ല, കൊല്ലം കുറേ ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യണല്ലേ. അപ്പോൾ അറിയാം തലയിട്ട് വീഴുന്നില്ല, അങ്ങനെ തലയിട്ട് അപ്പോൾ എന്നാ വീഴണം. മണിയായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. മണി ബൈയായിട്ട് ഭയങ്കര ബന്ധം, നാട്ടുകാരനായിരുന്നുള്ള രീതിയിൽ. നാട്ടാ അവൻ ചാലക്കുടിയും ഞാൻ തൃശ്ശൂരാണ്. എൻ്റെ ഒരു ബ്രദറിനെ പോലെ അല്ല, ബ്രദർ തന്നെയാണ്. എവിടെ പരിപാടിക്ക് പോയാലും ഇപ്പോൾ ഞാനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, സ്റ്റേജിലേക്ക് വിളിക്കുക. ഇവിടെ കേരളത്തിലെ 2 കറുത്ത മുത്തുകളുണ്ട്, ഒന്ന് ഞാനും ഞാനും, ഒന്ന് ഇതേരിക്കണു IM വിജയൻ വടാ എന്ന് പറയും. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുള്ളത് ഭയങ്കര രസമാവും. കാരണം അത്രയും ബന്ധമാണ് അവനായിട്ട്. വിജയൻ്റെ ഒരു സവിശേഷത ഇതാണ് ശരിക്കും. ഒരു നമ്മൾ പറയുന്ന പോലെ ഒന്നും അധികം ആഗ്രഹിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒന്നിനു വേണ്ടിയിട്ടും അങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തില്ല. ഇത്രയും ഒരു ഇൻ്റർവ്യൂ ചെയ്യുമ്പം ഞാൻ ഒരുപാട് തവണ വിജയനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. വിജയനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയൊരു സവിശേഷത എന്ന് വെച്ചാൽ, അത് പറയാതിരിക്കാൻ പറ്റില്ല, ഒട്ടും ഈഗോ ഇല്ലാതെ ഒരാളോട് സംസാരിക്കുക എന്നുള്ളൊരു സംഗതിയുണ്ട്. കാരണം ഒരിക്കലും നമ്മൾ വിജയനോട് സംസാരിക്കുമ്പോൾ ഒരു വലിയ ഫുട്ബോൾ താരത്തെയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നതെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ സിനിമയിലൊക്കെ മുഖം കാണിച്ച് ഇന്ത്യ മുഴുവൻ എവിടെ പോയാലും തിരിച്ചറിയപ്പെടുന്ന ഒരു മുഖമാണ് എന്ന് ഒരിക്കലും വിജയൻ നമ്മളെ ഫീൽ ചെയ്യിക്കില്ല. ആര് വന്നു കഴിഞ്ഞാലും ഇപ്പം വിജയൻ പിന്നെ ഇപ്പോൾ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ വിജയനോട് പറയുകയാണ്, വിജയൻ ഇങ്ങനെ ഒരു കാര്യം പിന്നെ ഇല്ലാത്തൊരു കാര്യമാണെങ്കിലും പറ്റി എന്നെ പുകഴ്ത്തി ഒരു വേദിയിൽ പറയണമെന്ന് പറഞ്ഞാൽ വിജയൻ പറഞ്ഞിരിക്കും. ഞാൻ അടുത്ത ദിവസം കണ്ടത് അങ്ങനത്തെ ഒരു അങ്ങനെയുള്ള സെലിബ്രിറ്റീസ് എന്ന് പറയുന്ന ഇതിന് ഒരു പുനർവ്യാഖ്യാനം കൊടുത്തൊരു മനുഷ്യൻ കൂടിയാണ്. സത്യത്തിൽ ഇതിനെക്കുറിച്ച് വിജയൻ ഒട്ടും ബോധവാനുമല്ല. ഞാൻ അത്ര ഒരിക്കലും വിജയൻ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യില്ല. ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക്, ഒരു മാനസികാവസ്ഥയിലേക്ക് വളർന്ന് സാറ് കാര്യം ലൈഫ് ഷോർട്ട് പീരീഡാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ വെയിറ്റ് ഇട്ടിരുന്നത് എന്താ കാര്യം? ഒരു കാര്യമില്ല. കാരണം നമ്മൾ കൂളായിട്ട് നമ്മളെ നാട്ടുകാരെ പോലെ തന്നെ അങ്ങോട്ട് നടന്നങ്ങോട്ട് പോയാൽ മതി. ലൈഫ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് പീരീഡാണ്. എപ്പോഴാണ് ഇപ്പോഴത്തൊക്കെ പെട്ടെന്ന് പോകണം. കണ്ടില്ലേ, ചെറിയ അക്കന്മാർക്ക് അറ്റാക്കാണ്. എന്തിനാ അഹങ്കരിച്ചിട്ട് കാര്യം? അഹങ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പന്ത് കളി തന്നെ കാലോട് കളിക്കാനുള്ളതാണ്, എടുത്ത് തലയിൽ വയ്ക്കാനുള്ളതല്ല. കാലോട് കളിച്ച് പോകണേ. അതാണ് എനിക്കിപ്പോൾ പിള്ളേരോട് പറയാനുള്ളൂ. പന്ത് കളിക്കുന്നവരോട് അവരോട് പറഞ്ഞാൽ എപ്പോഴും ചെറുപ്പത്തിലുള്ള ചെറുപ്പ കുട്ടികളോട് പറഞ്ഞ കളി, പന്ത് കളി എന്ന് പറഞ്ഞാൽ കാലോട് കളിക്കുന്ന കളിയാണ്. അതെപ്പോഴേലും തലയിൽ കയറുമ്പോഴാണ് ഒന്നല്ലാണ്ടായി പോണത്. അതായിരിക്കും ഏറ്റവും നല്ലത്. തലയിൽ കയറാൻ നോക്കുക. തലയിൽ കയറണം നോക്കിയാൽ കൊള്ളാം. അവർ ഹെഡൊക്കെ ചെയ്ത് കളിക്കുമ്പോൾ ഹെഡൊക്കെ ചെയ്തിട്ട് അതല്ല, അതിനകത്ത് തലയിൽ വയ്ക്കാണ്ടിരുന്നാൽ മതി. അപ്പോൾ ഇനിയുള്ള സമയം എന്ന് പറയുന്നത്, നിങ്ങൾ ആർക്കെങ്കിലും വിജയനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഒട്ടും മടിക്കാതെ ആർക്കും ചോദിക്കാവുന്നില്ല. ഹായ് വിജയൻ അങ്കിൾ, ഞാൻ ആദ്യം ഒരു പാട്ട് പാടാം, എന്നിട്ട് ഞാൻ ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, വെരി ഗുഡ്. അങ്കിൾ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി, അമ്പൂറ്റിക്കണ്ണൻ്റെ മുന്നിൽ അമ്മ കുമ്പിട്ടു കിട്ടിയ പുണ്യം. ഈ പാട്ട് കേൾക്കുമ്പോൾ ഇപ്പൊ വിജയനങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത്? ഇത് ശാന്തത്തിൻ്റെ പാട്ടാണ്, ജയരാജൻ്റെ പടത്തിലെ പാട്ടാണ്. ചിത്രേച്ചിയാണ് പാടിയിട്ടുള്ളത്. നല്ലൊരു പാട്ടാണ്. ചിത്രേച്ചിക്കൊക്കെ അവാർഡ് കിട്ടിയിട്ടുള്ളൊരു പാട്ടാണ്. നല്ലൊരു എന്താ പറയുക, ബെസ്റ്റ് പാട്ടാണ് അല്ലേ മോള്? എൻ്റെ പേര് വരദ എന്നാണ്. ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്കിപ്പോൾ ഒരു 10 വയസ്സായി. ഞാനൊരു വായനക്കാരിയാണ്. ഒരു വർഷത്തിനിടെ 350ഓളം പുസ്തകങ്ങൾ വായിച്ച് ആസ്വാദനം എഴുതിയിട്ടുണ്ട്. ഇപ്പം ഞാൻ 500-ൽ കൂടുതൽ പുസ്തകം വായിച്ചിട്ടുണ്ട്. ഇപ്പം ഞാനൊരു എഴുത്തുകാരി കൂടിയാണ്. ഊഞ്ഞാലുകുട്ടിയുടെ ഉമ്മിണിക്കാര്യങ്ങൾ എന്ന എൻ്റെ ആദ്യത്തെ പുസ്തകം ജൂൺ 19 വായനാ ദിനത്തിന് മുഖ്യമന്ത്രിയാണ് പ്രകാശനം ചെയ്തത്. മൈൻഡ് പബ്ലിക്കാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. മൈൻഡ് പബ്ലിക്കയുടെ ആദ്യത്തെ പുസ്തകമാണ്, എൻ്റെ ആദ്യത്തെ പുസ്തകമാണ്. ചില്ലറക്കാരല്ലേ, പുലിയാണ്. പിന്നെ അങ്കിള് നിന്നെ വായിക്കാറിയാത്ത കാരണം പിന്നെ അങ്കിളൊന്നും നോക്കാറില്ലേ? ഇക്കഴിഞ്ഞ നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലെ ഗസ്റ്റായിരുന്നു ഞാൻ. പിന്നെ എനിക്ക് സ്റ്റോറി ടെല്ലിങ് വലിയ ഇഷ്ടമാണ്. അപ്പം ക്യാമ്പുകളിലൊക്കെ കുട്ടികളോട് ഇൻറ്ററാക്ഷൻ സെക്ഷനൊക്കെ ഉണ്ടാവാറുണ്ട്. താങ്ക് യു സർ. ഇപ്പം ഞാൻ ISL പറ്റി പറയാണ്. ISL കാണുവാണെങ്കിൽ പോലും നമുക്ക് പ്രൂവണായിട്ടുള്ള മിഡ്ഫീൽഡേഴ്സ് ഉണ്ട്, ഡിഫൻഡേഴ്സ് ഉണ്ട്, വിങ്ങേഴ്സ് ഉണ്ട്. പക്ഷേ ISL നിന്ന് ഇന്ത്യയുടെ ടീമിലേക്ക്, അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിൽ നിന്ന് ISLലേക്ക് കളിക്കാനൊരു നല്ല സ്ട്രൈക്കറിൻ്റെ കുറവ് കാണുന്നില്ലേ? ലൈക്ക് ഇപ്പം ഇന്ത്യൻ ടീമിൽ സ്ട്രൈക്കറായിട്ട് കളിക്കുന്ന വൺവീർ ആണെങ്കിൽ പോലും അദ്ദേഹം മോഹൻ ബഗാനിൽ വിങ്ങറായിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ
ഇന്ത്യൻ ടീമിൽ നിന്ന് ISL വരുമ്പോൾ ആ സ്ട്രൈക്കേഴ്സിൻ്റെ ഒരു കുറവ് കാണുന്നില്ലേ? മോള് പറഞ്ഞത് കറക്റ്റാണ്. കാരണം ISL എപ്പോഴും ടീമുകൾക്ക് 4 സ്ട്രൈക്കേഴ്സ് ഉണ്ടായിരിക്കുക. ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ ഒരു സ്ട്രൈക്കർ സുനിൽ ഛത്രി പോയിട്ട് ഒരു പ്രോപ്പർ സ്ട്രൈക്കറിന് കിട്ടിയില്ല. ഇതുവരെ നല്ലൊരു സ്ട്രൈക്കറിന് കിട്ടിയില്ല. അതെ, ഇപ്പോൾ സുനിൽ ഛത്രിയുടെ ഇതാണെങ്കിൽ പോലും നമുക്കിപ്പം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇറങ്ങാൻ ഒരു സ്ട്രൈക്കർ ഇല്ല എന്നൊരു, അതാണ് പറഞ്ഞത്. ഇപ്പോൾ ഇന്ത്യൻ ടീമിലൊരു സ്ട്രൈക്കറിന് തേടി നടക്കാണ്. അപ്പോൾ ടീമിൽ ഇതൊരു സ്ട്രൈക്കറില്ല. കാരണം സുനിൽ ഛത്രി ആയിരുന്നു നമുക്കുള്ള അസറ്റ്. അപ്പോൾ അവൻ റിട്ടയർഡ് ചെയ്തപ്പോൾ ഇപ്പോൾ ഞാനൊക്കെ റിട്ടയർഡ് ചെയ്ത് ഇപ്പോൾ ഞാനല്ല എന്നെ വെള്ളം മുന്നേ കളിക്കുന്ന റിട്ടയർഡ് നമ്മളിങ്ങനെ വരലുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊക്കെ റിട്ടയർഡ് ചെയ്തപ്പോൾ സുനിൽ വന്നത്. സുനിൽ 10-18 വർഷമൊക്കെ ഇന്ത്യൻ ടീമിൽ ഞാൻ കണ്ടിന്യൂസ് കളിക്കുന്നത്. പക്ഷെ അവർ റിട്ടയർഡ് ചെയ്തപ്പോൾ സുനിൽ റിട്ടയർഡ് ചെയ്തപ്പോൾ വേറൊരു സ്ട്രൈക്കറിന് കിട്ടാനില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ചോദിച്ചാൽ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അത് ഈ വേൾഡ് കപ്പിലോട്ടൊക്കെ ഇന്ത്യയുടെ ആ ഒരു ടീമിനെ കളിക്കാൻ പറ്റുന്നില്ല എന്നൊരു അല്ല, ഇതിപ്പോൾ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല ഇതിൽ. കാരണം ആരെങ്കിലും ഒരാൾ വരും. കാരണം ഇപ്പോൾ നമ്മൾ മറഡോണ കളിക്കുന്ന സമയത്ത് മറഡോണ കളി കണ്ട് അത്ര ഇഷ്ടമായിട്ടുള്ളൊരു ഈശോ മറഡോണ പോയി കഴിഞ്ഞാൽ ആരാ വരാ? ഇപ്പം മെസ്സി വന്നു. ഇനി മെസ്സി പോയാൽ അതങ്ങനെ വന്നോളൂ, ഓട്ടോമാറ്റിക്കായിട്ട് അത് അങ്ങനെ വരണതാണ്. അതെന്തായാലും നമുക്ക് ഒരാളെ എന്തായാലും വരും, നല്ലൊരു സ്ട്രൈക്കറൊക്കെ എന്തായാലും കിട്ടും. അതെ, അതൊരു ശുഭഭാവിക്ക് പ്രതീക്ഷിക്കാല്ലേ? ആ മോളെ നാവ് പൊന്നായി പോട്ടെ. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. വളരെ നർമ്മം കലർന്ന ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. എനിക്ക് വിജയൻ സാറിനോട് ചോദിക്കാനുള്ളത്, നമ്മുടെ ഇന്നത്തെ തലമുറയിൽ ഫുട്ബോൾ കളിക്കാൻ കഴിവുള്ള കുട്ടികളില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ അവർക്ക് കളിക്കാനുള്ള അവസരങ്ങളില്ല. അതായത് സ്കൂളിൽ ചിലപ്പോൾ 1 മണിക്കൂർ PT ആഴ്ചയിൽ 1-2 തവണ കാണും. വീടുകളിൽ വന്നാൽ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കൺസ്ട്രക്ഷൻ വ്യവസായം കൊണ്ട് തന്നെ നമുക്ക് കളിക്കാനുള്ള സ്ഥലങ്ങൾ കുട്ടികൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തെ പോലെ ഇന്നില്ല. അതുകൊണ്ടാണ് ഒരു മൊബൈലിൻ്റെ അഡിക്ഷൻ ഇത്രയധികം കുട്ടികളിൽ കൂടാനുള്ള ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ കാരണം, ഒന്ന് കളിക്കാൻ ആവോളം സ്ഥലം കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. 2 കളിയുടെ പ്രാധാന്യം മനസ്സിലാക്കാത്ത മാതാപിതാക്കളാണ്. അപ്പം പത്മശ്രീ ജേതാവും കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കായിക താരം എന്ന നിലയിൽ കേരളത്തിലെ ഗവൺമെൻറ്റിന് കുറച്ച് പൊതുസ്ഥലങ്ങൾ ഏറ്റെടുത്ത് അവിടെ കൺസ്ട്രക്ഷൻ നടക്കാൻ കൊടുക്കാതെ നമുക്ക് കുട്ടികൾക്ക്, എനിക്കറിയാം കായികത്തിന് കുറച്ച് ഇങ്ങനെയുള്ള ക്ലബ്സും ഒക്കെ ഉണ്ട്, പക്ഷെ അത് പോരാ, നമുക്ക് ഗ്രൗണ്ടുകൾ വേണം. അപ്പോൾ അങ്ങനെ വിജയൻ സാറിന് ഏതെങ്കിലും തരത്തിൽ ഗവൺമെൻറ്റിനെ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് കളിക്കാൻ പൊതു സ്ഥലങ്ങൾ ഏറ്റെടുത്ത് ഗവൺമെൻറ്റിന് അതിന് അനുയോജ്യമായ രീതിയിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുമോ എന്നാണ് എൻ്റെ ചോദ്യം. ഇത് ഇപ്പോൾ സിസ്റ്റർ ഇത് പറഞ്ഞത് ഇപ്പോൾ തീർച്ചയായിട്ടും സ്പോർട്സ് മിനിസ്റ്റർ കാണും. കാരണം മാതൃഭൂമിൻ്റെ പരിപാടിയാണ്. അപ്പോൾ എന്തായാലും കാണും. നല്ലൊരു ചോദ്യം. അതെന്തായാലും കാണുമ്പോൾ അതിനുള്ള എടുക്കും. പക്ഷേ കറക്റ്റാണ് പറഞ്ഞത്. കാരണം കളിക്കാൻ ഗ്രൗണ്ട് ഭയങ്കര കുറവാണ്. പിന്നെ ഇപ്പോഴുള്ള അക്കാഡമികളെന്ന് പറഞ്ഞാൽ ഇഷ്ടംമാതിരി അക്കാഡമികളുണ്ട് നമുക്ക്, കുറേ എല്ലാ തൊട്ടുമുല്ലൊക്കെ. പക്ഷേ ഒരു പ്ലെയർ ആവണമെങ്കിൽ കുറേ കഷ്ടപ്പാടുണ്ട്. വീക്കിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസത്തെ ക്യാമ്പൊക്കെയാണ് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്തിട്ട് ഒരു പ്ലെയർ വലിയൊരു പ്ലെയറായെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊക്കെ പറഞ്ഞാൽ കുറേ അതിൻ്റെ പിന്നാലെ കിടന്ന് നടന്നിട്ട്, ഫുട്ബോളിൻ്റെ പിന്നാലെ കിടന്ന് നടന്നിട്ട് കുറേ ക്യാമ്പ് എനിക്ക് 3 കൊല്ലത്തെ കണ്ടിന്യൂസ് ക്യാമ്പായിരുന്നു. ഒരു ദിവസം മാത്രം മുടക്കുള്ളൂ, കാരണം ഞായറാഴ്ച മാത്രം മുടക്കുള്ളൂ. ബാക്കി ഞങ്ങൾക്ക് എല്ലാ ദിവസവും പ്രാക്ടീസ് ആയിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ കൊടുത്താൽ റെസിഡൻസി അക്കാഡമിയൊക്കെ നമ്മുടെ അവിടെ ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ല നല്ല പ്ലെയേഴ്സിനെയും അതേപോലെ നല്ല കുറേ കുട്ടികളെ, ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ ശരിയാണ്. കാരണം ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിന് അഡിക്റ്റ് ആയിട്ട് പോണതാണ്. കാരണം അത് ഞാൻ പറയാൻ കാരണം ഞങ്ങളുടെ കമ്മീഷൻ ഓഫീസിന് മുന്നിൽ ഒരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇലക്ഷൻ ഡ്യൂട്ടിക്കല്ല, ഈ ബംഗാളികൾ മറ്റേ ബംഗാളിൽ നിന്ന് കുറേ IPS ഓഫീസേഴ്സ് വന്നിട്ട് അതിൻ്റെ ഡ്യൂട്ടിക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാനന്ന് ASA ആണ്. അപ്പോൾ ഡ്യൂട്ടിക്ക് പോയപ്പോൾ ബംഗാളികളിലാണ്. അപ്പം എന്നെ അറിയുന്നവരാണ് അവരൊക്കെ. അപ്പോൾ വിജയൻ സാറും സന്ധ്യ മാഡം ഉണ്ട് അവിടെ. വിജയൻ സാർ ചോദിച്ചു, നീ എന്ത് ഇവിടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡ്യൂട്ടിക്ക് വന്നാ സാറേ എന്ന് പറഞ്ഞു. അതെ, സന്ധ്യ മാഡം ഉണ്ട്. അപ്പോൾ സന്ധ്യ മാഡം ചോദിച്ചു, നീ ഇവിടെ ഇപ്പോൾ ഡ്യൂട്ടി ചെയ്തിട്ട് പോലീസ് നന്നാക്കൊന്നും വേണ്ട, നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ എയർ ക്യാമ്പിൻ്റെ മുന്നിൽ കമ്മീഷൻ ഓഫീസിൻ്റെ മുന്നിൽ ഗ്രൗണ്ട് ഉണ്ട്, അവിടുത്തെ പിള്ളേരെ വിളിച്ചിട്ട് കോച്ചിങ് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നല്ല രീതി കുറേ കൊല്ലമായിട്ടാണ് നടന്നത്. ഇത് കുറേ കൊല്ലമായി. ഇത് 10,000-15,000 കുട്ടികൾ തന്നെ ഞങ്ങളുടെ ക്യാമ്പിൽ നിന്ന് പോയി. ഞങ്ങളൊരു ചെറിയൊരു 3 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നിന്നാണ്
കുട്ടികളുടെ അടുത്ത്. കാരണം സൈക്കിളുമ്പോൾ വന്നിട്ട് അതിന് ഏജൊന്നുമില്ല, ചെറിയ ചെറിയ കുട്ടികളുണ്ട്, വലിയ കുട്ടികൾ, ഒരു 16-17 വയസ്സ് വരെ. അവരെല്ലാവരും സെലക്ഷൻ വിളിച്ചു. ഞങ്ങൾ സെലക്ഷൻ വെച്ചു, എല്ലാവർക്കും വന്ന് ജോയിൻ ചെയ്യാമെന്നാണ്. കുറേ കുട്ടികളുണ്ടായി. അപ്പോൾ അവർ വിജയ് സാർ ഭയങ്കര നിർബന്ധമായിരുന്നു പാരൻസ് മീറ്റിംഗ് വയ്ക്കണമെന്ന്. കാരണം മന്ത്ലി ഒരു വട്ടം പാരൻസ് മീറ്റിംഗ് വയ്ക്കണം ഭയങ്കര നിർബന്ധമാണ്. അപ്പോൾ അവരുടെ പാരൻസ് തന്നെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. അത് ഭയങ്കര സന്തോഷമായി കേട്ടപ്പോൾ. ഞങ്ങളോട് പറഞ്ഞു, സാറേ ഭയങ്കര സന്തോഷമുണ്ട് സാറേ, ആദ്യം പിള്ളേർ സ്കൂളിൽ വിട്ട് വന്നാൽ നേരെ സൈക്കിൾ എടുത്ത് പോക്കുക, പിന്നെ രാത്രി എപ്പോൾ വരണേ എന്നൊന്നുമില്ല. ഇപ്പോൾ ഇത് വന്നു 3-4:30 ക്യാമ്പ് വന്നു, 6:30 ആകുമ്പോഴേക്കും ക്യാമ്പ് കഴിഞ്ഞു വന്ന് കുളിച്ച് കുറച്ച് നേരം പഠിച്ച് നേരെ ഇങ്ങോട്ട് പുറത്തൊന്നും പോകണില്ല. കാരണം അങ്ങനത്തെ ഒരു ഏരിയ ആണത്, ഇങ്ങനെ ഡ്രഗ്സും അങ്ങനെയൊക്കെ ഉള്ള ഏരിയ ആണത്. അങ്ങനെ പറഞ്ഞ സന്തോഷമുണ്ട് സാറ്. അപ്പം നമ്മൾ ഇതിപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് ഈ ക്യാമ്പ്. അതിൽ നിന്നൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഈ ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുക. അങ്ങനെ കുറേ കുട്ടികൾ സ്റ്റേറ്റ് കളിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് ഞാൻ വിപിൻ എന്ന് പറഞ്ഞ കുട്ടിയൊക്കെ ഞങ്ങളുടെ ക്യാമ്പിൽ നിന്ന് പോയിട്ടുള്ള. അപ്പോൾ കണ്ടിന്യൂസ് ക്യാമ്പ് കൊടുക്കാണ്ടെങ്കിൽ പിള്ളേർ എന്തായാലും വരും മാഡം. ISL ഇതും പിന്നെ അല്ലാതെ ലീഗിൽ ഗോകുലം കേരള, ഇതിന് രണ്ടെണ്ണത്തിനും ഒരു സാധ്യതയുണ്ടല്ലോ, നേരിയ ഒരു സാധ്യതയെങ്കിലും ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ വിജയൻ സാറിൻ്റെ അഭിപ്രായം എന്താണ്? എങ്ങനെ ഓരോ പോസിബിലിറ്റി ഉണ്ട്, ഏത് രീതിയിനകത്ത് വരും, എവിടെയൊക്കെയാണ് മെച്ചപ്പെടേണ്ട മേഖല എന്ന് ഒന്ന് പറഞ്ഞാൽ കൊള്ളാവുന്നു. അത് അവരെ കോച്ച് നോക്കിയോളും എവിടെയൊക്കെ മെച്ചപ്പെടേണ്ടത്. ഞാൻ ചെന്ന് പറഞ്ഞിട്ട് അവരെന്തായാലും നന്നാക്കില്ല. അതെ, ഇതിപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എനിക്കും. കാരണം ഇത് എന്നൊന്നൊരു കപ്പ് എടുക്കുക എന്ന് വെച്ചപ്പോൾ മെസ്സി എന്ന വേൾഡ് കപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ 10 കൊല്ലമായി. ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് കപ്പ് എടുത്താലും നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. നമ്മളൊരു കേരളത്തിലൊരു നല്ലൊരു ടീം കപ്പ് കിട്ടാണ്ട് പോകുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഇപ്പോൾ നല്ല ഫോമിലാണ്, കുഴപ്പമില്ലാണ്ട് ബെസ്റ്റ് 6-ലെത്തിയാൽ തീർച്ചയായിട്ടും ഒരു ഫൈനലൊക്കെ എത്തിയാൽ ഈ കൊല്ലം ഒരു കപ്പ് പ്രതീക്ഷിക്കാം. അങ്ങനെ വലിയ ആഗ്രഹം എനിക്കുണ്ട് നമ്മളെ ബ്ലാസ്റ്റേഴ്സ് ഒരു കപ്പ് എടുക്കണം. പിന്നെ ISL ഐ ലീഗിൽ ഗോകുലം FC എന്ന് പറഞ്ഞാൽ 2 കൊല്ലം അവർ ഐ ലീഗ് വിന്നേഴ്സായിരുന്നു. ഈ കൊല്ലം തിരക്കില്ലാത്ത ടീമുണ്ട്. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ഒരു ചെറിയൊരു സജഷൻ എനിക്ക് പറയാനുള്ളത്, എനിക്കറിയാം സ്പോർട്സ് അക്കാഡമീസ് ഒക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് ഒരുപാട് ഉപയോഗപ്രദമല്ലാത്ത പുറം പ്രദേശങ്ങൾ കേരളത്തിലുണ്ട്. അപ്പോൾ അത് കേരളത്തിലെ ഗവൺമെൻറ് അത് പണ്ട് നമ്മൾ കണ്ടങ്ങൾ പാട്ടത്തിനെടുക്കുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊവിഷൻ പ്രാക്ടിക്കലി ഫീസിബിൾ ആയിട്ടുള്ള അതിൻ്റെ ഉടമസ്ഥനും പ്രയോജനം കിട്ടുന്ന രീതിയിൽ ഒരു പ്രൊവിഷൻ കേരള ഗവൺമെൻറ് ഏറ്റെടുക്കാൻ എൻ്റെ ഒരു റിക്വസ്റ്റാണ്. വിജയൻ സർ അതിനൊരു ഇൻഫ്ലുവൻസ്, വാട്ട് എവർ ഇൻഫ്ലുവൻസ് യു ക്യാൻ. അപ്പോൾ അതിൻ്റെ ഒരു നേട്ടമെന്ന് പറഞ്ഞാൽ നമ്മളിന്ന് മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ പോരാടുന്നുണ്ട്, മൊബൈലിൽ ഡി അഡിക്ഷന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ റൂട്ട് കോസ് എന്ന് പറഞ്ഞാൽ കളിയുടെ സമയം കുട്ടികളിൽ കൂടിയെങ്കിൽ മാത്രമേ ഡോപ്പാമിൻ്റെ അളവ് തലച്ചോറിൽ കൂടുകയുള്ളൂ. അത് കൂടിയെങ്കിൽ മാത്രമേ ഈ പല വിപത്തുകളിലേക്ക് അവർ പോവാതിരിക്കത്തുള്ളൂ. വേറെ പല കാരണങ്ങൾ കാണും, പക്ഷേ ഡെഫിനറ്റ്ലി കുട്ടികളിലുള്ള കളിയുടെ ഡെയിലി പ്ലേ ടൈമിൻ്റെ അളവ് കൂടണം. അതിപ്പോൾ കൂടാത്തതിൻ്റെ ഒരു പ്രധാന കാരണം അവർക്ക് കളിക്കാൻ തുറന്ന സ്ഥലങ്ങളില്ല എന്നുള്ളതാണ്. താങ്ക്സ്. ഇത് ഞാൻ എന്തായാലും സ്പോർട്സ് മിനിസ്റ്ററോട് പറയാം. നല്ലൊരു ഐഡിയ ആണത്. കാരണം കുറേ സ്ഥലത്ത് ഇങ്ങനെ അക്കാഡമികളൊക്കെ ബ്രേക്ക് ചെയ്ത് കിടക്കണവരെ എടുത്തിട്ട് ഗവൺമെൻറ് നടത്താൻ പറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിള്ളേർക്ക് കറക്റ്റാണ് പറഞ്ഞത്. ഈ പിള്ളേർക്ക് ഇങ്ങനെ കളിക്കാൻ സമയം കിട്ടാത്ത കാരണം തന്നെയാണ് ഈ ഡ്രഗ്സിൻ്റെ പിന്നാലെ പോണത്. അതാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയാം, ഒരു സ്പോർട്സിൻ്റെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഒരു ജയിലിൻ്റെ വാതിൽ അടയുമെന്ന് പറഞ്ഞ ഇതാണ്. കാരണം നമ്മുടെ അവിടെ ഒരു ചെറിയ കാര്യം എന്താണ് സ്പോർട്സിനെ കുറിച്ച് പറഞ്ഞാൽ, ഒരു വോളിബോൾ ഗ്രൗണ്ടിൽ പിള്ളേർ കളിക്കാൻ ചെന്നു. അപ്പോൾ അവിടെ പള്ളി ഉണ്ട് അതിൻ്റെ മുന്നിൽ. അപ്പോൾ കളിക്കാൻ ചെന്നപ്പോൾ പറഞ്ഞു ഇവിടെ കളിക്കാൻ പറ്റില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു ക്ലബ്ബിൽ ഏതെങ്കിലും ഒരാളുണ്ടാവില്ലേ കുനിഷ്ട് പറയാൻ പറ്റില്ല, കളിക്കാൻ പറ്റില്ല, പിള്ളേർക്ക് കളിക്കാൻ പറ്റില്ല, പള്ളി വിട്ട് വരുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് ആ ബോൾ കളിക്കുക. അപ്പോൾ അവർ എന്നിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് അവിടെ തന്നെ പള്ളിയിൽ പുറത്ത് ഒരു നെറ്റ് കെട്ടി കളി തുടങ്ങിയപ്പോൾ അവർ പറ്റൂല, കുർബാന ഇതൊക്കെ ഉള്ളതാണ്, കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിള്ളേർക്ക് വേറെ വഴിയൊന്നുമില്ല. പിള്ളേർ ആ ബീച്ച് സൈഡിൽ നിന്നിരുന്ന് വെള്ളടിയും ബീറടിയൊക്കെ തുടങ്ങി. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമായി. അവിടുത്തെ കുപ്പിയെടുത്ത് തലൊരു അടിയടിച്ച് അവൻ ജയിലിൽ പോയി. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സ്പോർട്സിൻ്റെ വാതിൽ തുറന്നാൽ ഒരു ജയിലിൻ്റെ വാലടയെന്ന് പറഞ്ഞാൽ അത് കറക്റ്റാണ്. കാരണം അന്ന് അവർ അവിടെ കളിക്കാൻ സമ്മതിച്ചെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കുറേ ഇതുകൾ ഇങ്ങനെ തുറന്നു കൊടുത്താൽ തീർച്ചയായിട്ടും പിള്ളേർക്ക് അതിൻ്റെ ഉള്ളിൽ പോയി കളിക്കാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഡ്രഗ്സിൻ്റെ പിന്നാലെ ഒന്നും പോവില്ല. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ലഹരി എന്ന് പറഞ്ഞാൽ ഫുട്ബോളാണ്. കാരണം ഇതൊക്കെ ലൈഫ് ലോങ് നിൽക്കണതാണ്. മറ്റേത് ലഹരി എന്നൊക്കെ പറഞ്ഞാൽ ഷോർട്ട് പീരീഡുള്ള ലഹരിയാണ്, ലൈഫ് കോഞ്ഞാട്ടാവുന്ന ലഹരിയാണത്. ഇതാകുമ്പോൾ നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ ഏത് ഇവൻ്റ് ആയാലും ഇപ്പോൾ പടം വരയ്ക്കാനാവും ചിലപ്പോൾ പിള്ളേർക്ക് ഇഷ്ടം, പാട്ട് പാടാനാവും,
ആ ലഹരിയെ പോലെ ഒന്നും ഒരു ലഹരി ലോകത്ത് വന്നിട്ടില്ല എന്നുകൊണ്ട് താങ്ക് യു വെരി മച്ച്.